കൊച്ചിയിലെ തിരക്കേറിയ ആ ആശുപത്രിയുടെ വരാന്തയിൽ ഗംഗ തളർന്നിരിക്കുകയായിരുന്നു. 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ അമ്മയുടെ ശസ്ത്രക്രിയ നടക്കൂ. കൈവശം ഉണ്ടായിരുന്ന ക്രെഡിറ്റ് കാർഡുകൾ ബ്ലോക്കായി കഴിഞ്ഞു. ബന്ധുക്കളെല്ലാം കൈയൊഴിഞ്ഞു. അപ്പോഴാണ് മിനുമിനുത്ത ബ്ലാക്ക് മെഴ്സിഡസിൽ ഡേവിഡ് അവിടെ എത്തിയത്. അയാൾ ഗംഗയുടെ മുന്നിൽ ഒരു ചെക്ക് നീട്ടി. നിന്റെ അമ്മയുടെ ചികിത്സാ ചിലവ് മുഴുവൻ ഞാൻ ഏറ്റെടുക്കാം. പകരമായി എനിക്ക് നിന്നെ വേണം എൻ്റെ ഭാര്യയായി. ഗംഗ നടുങ്ങിപ്പോയി. പ്രണയമില്ലാത്ത വെറുമൊരു ബിസിനസ് ഡീൽ പോലെയുള്ള വിവാഹം. ഗംഗയ്ക്ക് മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു. അവൾ കണ്ണീരോടെ ആ ഉടമ്പടിയിൽ ഒപ്പിട്ടു. വിവാഹം കഴിഞ്ഞു. ആഡംബര വില്ലയിൽ എത്തിയ നിമിഷം ഗംഗയുടെ സങ്കല്പങ്ങൾ തകർന്നു വീണു. അതുവരെ ശാന്തമായിരുന്ന ഡേവിഡിൻ്റെ മുഖം മാറി. എൻ്റെ കാര്യങ്ങളിൽ ഇടപെടരുത്, എന്നെ സ്നേഹിക്കാൻ ശ്രമിക്കരുത്. ഡേവിഡിൻ്റെ വാക്കുകൾ തണുപ്പുള്ളതായിരുന്നു. അയാൾ അവളുടെ കൈത്തണ്ടയിൽ ബലമായി പിടിച്ചുകൊണ്ട് അലറി, കുതറണ്ട, നീ എനിക്ക് പണയം വയ്ക്കപ്പെട്ടവളാണ്. അപമാനം കൊണ്ട് നീറിയപ്പോഴും ആ കരുത്തുള്ള കൈകൾക്ക് മുന്നിൽ ഗംഗയ്ക്ക് കീഴടങ്ങേണ്ടി വന്നു. താൻ എത്തിയത് ഒരു കൊട്ടാരത്തിലേക്കല്ല, മറിച്ച് ഒരു സ്വർണ്ണക്കൂട്ടിനുള്ളിലെ തടവറയിലേക്കാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആദ്യ രാത്രിയുടെ തണുപ്പിൽ ഡേവിഡിൻ്റെ വാക്കുകൾ ഗംഗയുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. എന്നെ സ്നേഹിക്കാൻ ശ്രമിക്കരുത്. പട്ടുചേലയുടെ തിളക്കത്തേക്കാൾ അവളുടെ കണ്ണുനീരിന് വലുപ്പമുണ്ടായിരുന്നു. ആഡംബരം നിറഞ്ഞ ആ കിടപ്പുമുറിയിൽ അവൾ ഒരു അന്യയെപ്പോലെ ഒതുങ്ങിക്കൂടി. ഡേവിഡ് അപ്പുറത്തെ സോഫയിൽ ഇരുന്ന് ലാപ്ടോപ്പിൽ എന്തോ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നു. അയാളുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവുമില്ല. നിനക്ക് വിശക്കുന്നുണ്ടാകും, താഴെ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം വെച്ചിട്ടുണ്ട്. മുഖം ഉയർത്താതെ തന്നെ അയാൾ പറഞ്ഞു. ഗംഗയ്ക്ക് ഒന്നും കഴിക്കാൻ തോന്നിയില്ല. എങ്കിലും അയാളുടെ ആജ്ഞ ലംഘിക്കാൻ അവൾ ഭയപ്പെട്ടു. പതുക്കെ എഴുന്നേറ്റ് താഴേക്ക് നടക്കുമ്പോൾ ആ വലിയ വില്ലയുടെ ഓരോ കോണിലും ഭയാനകരമായ ഒരു നിശബ്ദത അവൾ അനുഭവിച്ചു. പടികളിറങ്ങുമ്പോൾ ചുമരിൽ തൂക്കിയിട്ടിരുന്ന ഡേവിഡിൻ്റെ വലിയൊരു ഫോട്ടോയ്ക്ക് മുന്നിൽ അവൾ തറഞ്ഞു നിന്നു. അയാളുടെ കണ്ണുകളിൽ എപ്പോഴും ഒരു നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ട്. താഴെ ഹാളിൽ ഡേവിഡിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ഫ്രാങ്ക് ഫോണിൽ സംസാരിക്കുന്നത് ഗംഗ കണ്ടു. അവൾ വരുന്നത് കണ്ടതും ഫ്രാങ്ക് സംസാരം നിർത്തി. അയാളുടെ നോട്ടത്തിൽ ഒരുതരം പരിഹാസമോ അതോ സഹതാപമോ എന്ന് ഗംഗയ്ക്ക് മനസ്സിലായില്ല. അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു ഗംഗ, അവരിപ്പോൾ ICUവിലാണ്, പേടിക്കാനൊന്നുമില്ല, ഫ്രാങ്ക് ശാന്തമായി പറഞ്ഞു. എനിക്ക് അമ്മയെ ഒന്ന് കാണണം. ഗംഗയുടെ സ്വരത്തിൽ ആത്മവിശ്വാസം കുറവായിരുന്നു. ഫ്രാങ്ക് ഒന്ന് ചിരിച്ചു. സാറ് സമ്മതിക്കാതെ ഈ വീടിൻ്റെ പടി കടക്കാൻ നിങ്ങൾക്കാവില്ല ഗംഗ. നിങ്ങളിപ്പോൾ ഡേവിഡ് സാറിൻ്റെ സ്വത്താണ്, ആ കാര്യം മറക്കണ്ട. ആ വാക്കുകളിൽ ഒരു ചാട്ടുളി പോലെ അവളുടെ നെഞ്ചിൽ തറച്ചു. അപ്പോഴാണ് സ്റ്റെയർ കേസിന് മുകളിൽ ഡേവിഡിൻ്റെ നിഴൽ കണ്ടത്. അയാൾ താഴേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഫ്രാങ്ക്, നീ ചോദിച്ച കാര്യം ഉറപ്പല്ലേ? ഇവൾ തന്നെയാണോ ആ പഴയ ഗംഗ? ഡേവിഡിൻ്റെ ചോദ്യം ഗംഗയെ ഞെട്ടിച്ചു. പഴയ ഗംഗയോ? അയാൾക്ക് അവളെ നേരത്തെ അറിയാമായിരുന്നോ? ഗംഗയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. തൻ്റെ ഭൂതകാലത്ത് താൻ പോലും മറക്കാൻ ശ്രമിച്ച ഏതോ കറുത്ത അധ്യായം ഡേവിഡ് തുറക്കാൻ പോവുകയാണോ? അതെ സാർ, എല്ലാം കറക്റ്റാണ്. അവളുടെ പഴയകാലം അതറിഞ്ഞ കൊച്ചിയിലെ ആരും ഇവളെ തിരിഞ്ഞു നോക്കില്ല, ഫ്രാങ്ക് താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. ഗംഗയുടെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. താൻ ചെന്നുപെട്ടിരിക്കുന്നത് ഒരു വലിയ ചതിക്കുഴിയിലാണെന്ന് അവൾക്ക് തോന്നി തുടങ്ങി. താൻ രക്ഷകനായി കണ്ട ഡേവിഡ് യഥാർത്ഥത്തിൽ ഒരു വേട്ടക്കാരനാണോ? ഗംഗയുടെ ചങ്കിടിപ്പ് ഉയർന്നു. ഡേവിഡും ഫ്രാങ്കും തമ്മിലുള്ള ആ രഹസ്യ സംഭാഷണം അവളുടെ കാതുകളിൽ തുളച്ചു കയറി. താൻ മറക്കാൻ ആഗ്രഹിച്ച, ആരും അറിയരുത് എന്ന് കരുതിയ ആ പഴയ കാലം ഇവർ എങ്ങനെ അറിഞ്ഞു? ഡേവിഡ് സാവധാനം പടികളിറങ്ങി താഴേക്ക് വന്നു. അയാളുടെ ഓരോ ചുവടും ഗംഗയുടെ നെഞ്ചിൽ ഒരു ഭാരമായി തോന്നി. ഫ്രാങ്കിനെ നോക്കി ഒന്ന് കണ്ണു കാണിച്ച ശേഷം ഡേവിഡ് ഗംഗയുടെ തൊട്ടു മുന്നിൽ വന്നു നിന്നു. അയാളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ക്രൂരത തിളങ്ങുന്നുണ്ടായിരുന്നു. എന്താ ഗംഗ? മുഖം പെട്ടെന്ന് വിളറിയല്ലോ. ഫ്രാങ്ക് പറഞ്ഞത് കേട്ടിട്ടാണോ? ഡേവിഡ് ഒരു പരിഹാസ ചിരിയോടെ ചോദിച്ചു. ഗംഗ വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. എനിക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. എൻ്റെ അമ്മയുടെ ചികിത്സയ്ക്ക് പകരമായിട്ടല്ലേ ഞാൻ ഇവിടെ വന്നത്? ഡേവിഡ് അവളുടെ താടിക്ക് പിടിച്ചുയർത്തി. ചികിത്സ ഒരു കാരണം മാത്രം, പക്ഷേ നിന്നെ തന്നെ എനിക്ക് വേണമെന്ന് തോന്നാൻ മറ്റൊരു കാരണമുണ്ട്. വയനാട്ടിലെ ആ പഴയ എസ്റ്റേറ്റ് ബംഗ്ലാവ്, അവിടുത്തെ ആ രാത്രി.
നീ മറന്നു കാണില്ലല്ലോ. ആ പേര് കേട്ടതും ഗംഗയുടെ ലോകം നിശ്ചലമായി. അവളുടെ കണ്ണുകളിൽ ഭയം ഇരച്ചു കയറി. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ദുരന്തം, ആരും അറിയാതെ കുഴിച്ചുമൂടിയ ആ സത്യം ഇയാൾ എങ്ങനെ അറിഞ്ഞു? അവൾ ആത്മകഥ പറഞ്ഞു. സാറിന് തെറ്റിയതാണ്. എനിക്ക് അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയില്ല. അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ ഡേവിഡ് അവളെ വിട്ടില്ല. അയാൾ തൻ്റെ ഫോണെടുത്ത് പഴയൊരു പത്രവാർത്തയുടെ ചിത്രം അവളുടെ നേരെ നീട്ടി. അതിൽ ഒരു കാർ അപകടത്തിൻ്റെ വാർത്തയായിരുന്നു. തകർന്നു കിടക്കുന്ന കാറിന് സമീപം നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മങ്ങിയ ചിത്രം. അത് ഗംഗയായിരുന്നു. അന്ന് ആ കാറിലുണ്ടായിരുന്ന രണ്ടാമത്തെ ആൾ ആരായിരുന്നു ഗംഗ? അയാൾക്ക് എന്തുപറ്റി? ഡേവിഡിൻ്റെ ചോദ്യം ഒരു ഇടിമുഴക്കം പോലെയായിരുന്നു. ഗംഗയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകി. അവൾക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അവളുടെ നിശബ്ദത ഡേവിഡിനെ കൂടുതൽ പ്രകോപിച്ചു. നീ മിണ്ടില്ല, കാരണം നീയൊരു ചതിയെത്തിയാണ്. നിന്റെ ആ നിഷ്കളങ്കമായ മുഖം കണ്ട് ഞാൻ വീഴുമെന്ന് കരുതണ്ട. ഈ വീട്ടിൽ നീ അനുഭവിക്കാൻ പോകുന്ന നരകം തുടങ്ങുന്നതേയുള്ളൂ. ഡേവിഡ് അവളുടെ കൈ പിടിപ്പിച്ച് ദേഷ്യത്തോടെ മുകളിലേക്ക് പോയി. ഫ്രാങ്ക് അവളെ നോക്കിയൊന്ന് പുച്ഛിച്ചു ചിരിച്ചു. ഭാഗ്യപരീക്ഷണത്തിൽ നിൽക്കണ്ട ഗംഗ. സാറിൻ്റെ കയ്യിൽ നിന്റെ എല്ലാ രേഖകളും ഉണ്ട്. മിണ്ടാതെ ഇവിടെ കണിയൂടാ നോക്ക്. ഹാളിലെ ആ വലിയ ക്ലോക്ക് 12 തവണ അടിച്ചു. അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ താൻ ഒരിക്കലും പുറത്തു വരില്ലെന്ന് കരുതി തൻ്റെ ഭൂതകാലം ഒരു ഭൂതത്തെപ്പോലെ തന്നെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ഗംഗ തിരിച്ചറിഞ്ഞു. ഡേവിഡിന് ഈ അപകടവുമായി എന്താണ് ബന്ധം? അയാൾ തന്നെ തടവിലാക്കിയത് വെറുമൊരു ഭാര്യയായിട്ടല്ല, പകരം വീട്ടാനുള്ള ഒരു ഇരയായിട്ടാണോ? ഡേവിഡിൻ്റെ ചോദ്യങ്ങൾ ഗംഗയുടെ ഉള്ളിലെ പഴയ മുറിവുകളെ വീണ്ടും തുറന്നു. ആ രാത്രി, ചോരയൊലിപ്പിക്കുന്ന ആ റോഡ്, താൻ മാത്രം രക്ഷപ്പെട്ട ആ നിമിഷം ഗംഗ തളർന്ന് സോഫയിലേക്ക് ഇരുന്നുപോയി. ഡേവിഡ് മുകളിലേക്ക് പോയെങ്കിലും അയാളുടെ വാക്കുകൾ ഒരു കൊടുങ്കാറ്റ് പോലെ ഗംഗയുടെ മനസ്സിൽ ആഞ്ഞടിച്ചു. ഫ്രാങ്ക് അപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു, ഒരു വേട്ടക്കാരൻ ഇരയെ നോക്കുന്നത് പോലെ. എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഗംഗ തേങ്ങലോടെ ഫ്രാങ്കിനോട് ചോദിച്ചു. എൻ്റെ അമ്മയുടെ ജീവന് വേണ്ടിയാണ് ഞാൻ ഈ കരാറിൽ ഒപ്പിട്ടത്. അതിന് ഇത്ര വലിയ വില നൽകേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. ഫ്രാങ്ക് അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. വില? അത് നീ കൊടുത്തു തുടങ്ങുന്നതേയുള്ളൂ ഗംഗ. ഡേവിഡ് സാറ് വെറുതെ ആരെയും സഹായിക്കില്ല, പ്രത്യേകിച്ച് നിന്നെ പോലെ ഒരാളെ. ആ പഴയ അപകടത്തിൽ മരിച്ചത് സാറിൻ്റെ ഏക സഹോദരനായിരുന്നുവെന്ന് നിനക്കറിയാമോ? ഗംഗയുടെ ശ്വാസം നിലച്ചുപോയി. ആ അപകടത്തിൽ മരിച്ച ആ യുവാവ് ഡേവിഡിൻ്റെ സഹോദരനായിരുന്നു. അന്ന് ആ കാർ ഓടിച്ചിരുന്നത് താനല്ലായിരുന്നു എന്ന് പറയാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ അന്ന് സത്യം പറഞ്ഞാൽ മറ്റൊരാളുടെ ജീവിതം തകരുമായിരുന്നു. ആ രഹസ്യം കാക്കാൻ വേണ്ടിയാണ് അവൾ ഇത്രയും കാലം മൗനം പാലിച്ചത്. അന്ന് ഞാൻ... ഗംഗ വാക്കുകൾക്കായി തപ്പി. നീ അവനെ ചതിക്കുകയായിരുന്നു. നിന്റെ പ്രണയം അഭിനയമായിരുന്നുവെന്ന് സാറിന് അറിയാം, ഫ്രാങ്ക് കടുപ്പത്തിൽ പറഞ്ഞു. മുകളിൽ നിന്ന് ഡേവിഡിൻ്റെ ശബ്ദം വീണ്ടും മുഴങ്ങി. ഗംഗ, മുകളിലേക്ക് വാ. ഭയത്തോടെ അവൾ പടികൾ കയറി. ഡേവിഡ് തൻ്റെ റൂമിലെ ബാൽക്കണിയിൽ നിന്ന് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അവൾ അകത്തേക്ക് വന്നതും അയാൾ തിരിഞ്ഞു നിന്നു. അയാളുടെ കയ്യിൽ ഒരു ഗ്ലാസ് മദ്യമുണ്ടായിരുന്നു. നാളെ മുതൽ നീ ഈ വീട്ടിലെ വെറുമൊരു ഭാര്യയല്ല. എൻ്റെ കമ്പനിയിൽ നീ ജോലിക്ക് വരണം. എൻ്റെ കണ്ണ് വെട്ടിച്ച് നീ ഒരിടത്തും പോകരുത്. നിൻ്റെ ഓരോ ശ്വാസവും എൻ്റെ നിഴലിലായിരിക്കും, ഡേവിഡ് ആജ്ഞാപിച്ചു. എനിക്ക് ബിസിനസ്സൊന്നും അറിയില്ല, അവൾ വിറയലോടെ പറഞ്ഞു. പഠിപ്പിക്കാൻ എനിക്കറിയാം. നീ ചെയ്ത പാപങ്ങൾക്ക് നീ ഇവിടെ പ്രായശ്ചിത്തം ചെയ്യണം. നിന്റെ അമ്മയുടെ ചികിത്സ തുടരണമെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം, അയാൾ അവളുടെ മുഖത്തിന് തൊട്ടടുത്ത് വന്ന് പറഞ്ഞു. ഡേവിഡിൻ്റെ കണ്ണുകളിലെ ആ തണുപ്പ് ഗംഗയെ തളർത്തിക്കളഞ്ഞു. തന്നെ സ്നേഹിക്കാനല്ല, മറിച്ച് തൻ്റെ ജീവിതം ഓരോ നിമിഷവും നരകതുല്യമാക്കാനാണ് അയാൾ തന്നെ വിവാഹം കഴിച്ചതെന്ന് അവൾ ഉറപ്പിച്ചു. പക്ഷേ ആ അപകടത്തിൻ്റെ യഥാർത്ഥ സത്യം ഡേവിഡ് അറിഞ്ഞാൽ അത് പറയാൻ അവൾക്ക് ധൈര്യമില്ലായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ ആ വലിയ ബംഗ്ലാവിനുള്ളിൽ ഗംഗ ഒറ്റപ്പെട്ടു. താൻ കുടുങ്ങിയിരിക്കുന്നത് ഒരു സ്വർണ്ണക്കൂട്ടിലല്ല, മറിച്ച് ഡേവിഡ് ഒരുക്കിയ ഒരു വലിയ ചതിക്കുഴിയിലാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഓഫീസിലെ തൻ്റെ ക്യാബിനിൽ ഇരിക്കുമ്പോഴും ചുറ്റുമുള്ളവരുടെ കുശുകുശുപ്പുകൾ ഗംഗയെ അസ്വസ്ഥയാക്കി. ഡേവിഡിൻ്റെ പെട്ടെന്നുള്ള വിവാഹവും ഗംഗയുടെ സാധാരണ പശ്ചാത്തലവും എല്ലാവരിലും സംശയമുണ്ടാക്കിയിരുന്നു. അപ്പോഴാണ് ഡേവിഡ് അവളുടെ ക്യാബിനിലേക്ക് ദേഷ്യത്തോടെ കയറി വന്നത്. കയ്യിലിരുന്ന ഒരു ഫയൽ അയാൾ അവളുടെ മേശപ്പുറത്തേക്ക് ആഞ്ഞെറിഞ്ഞു. ഇത് നോക്ക്.
ഈ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഇത്രയും തെറ്റുകൾ വരുത്താൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഡേവിഡ് ഗർജിച്ചു. ഗംഗ ഞെട്ടിപ്പോയി. ഞാൻ ഞാൻ ആ ഫയൽ തുറന്നുപോലും നോക്കിയിട്ടില്ല. ഫ്രാങ്കാണത് അവിടെ വെച്ചത്. ഫ്രാങ്കിനെ കുറ്റം പറയണ്ട. നീ എൻ്റെ ഭാര്യ ആയതുകൊണ്ട് ഇവിടെ സുഖമായി ഇരിക്കാന്ന് കരുതണ്ട. ഈ കമ്പനിയിൽ നീ വെറും ഒരു ജീവനക്കാരി മാത്രമാണ്. ഡേവിഡ് അവളുടെ അടുത്തേക്ക് കുനിഞ്ഞു പറഞ്ഞു. നിന്റെ അശ്രദ്ധ കാരണം കമ്പനിക്ക് നഷ്ടം വന്നാ അതിൻ്റെ വില നിന്റെ അമ്മയുടെ ചികിത്സാ ഫണ്ടിൽ നിന്ന് ഞാനങ്ങ് കുറയ്ക്കും. ഗംഗയുടെ കണ്ണുകൾ നിറഞ്ഞു. ഡേവിഡ് മനഃപൂർവ്വം അവളെ കുടുക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഫ്രാങ്ക് നൽകിയ ഫയലിൽ ആരോ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. അവൾ ഫ്രാങ്കിനെ നോക്കി. അയാൾ ദൂരെ നിന്ന് ഒരു വക്രബുദ്ധിയോടെ അവളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. സർ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ, ഗംഗ യാചിച്ചു. മതി. ഇന്ന് രാത്രി 8 മണിവരെ നീ ഇവിടെ ഇരുന്ന് ഈ തെറ്റുകൾ തിരുത്തണം. അത് കഴിഞ്ഞിട്ട് നിനക്ക് വീട്ടിൽ പോകാൻ അനുവാദമുള്ളൂ. ഡേവിഡ് തിരിഞ്ഞു നടന്നു. എല്ലാവരും ഓഫീസ് വിട്ട് പോയിട്ടും ഗംഗ ഒറ്റയ്ക്ക് ആ വലിയ കെട്ടിടത്തിലിരുന്ന് ജോലി ചെയ്തു. രാത്രി 8 മണിയായപ്പോൾ ഓഫീസ് ഇടനാഴിയിൽ ഒരാളുടെ കാൽ പെരുമാറ്റം കേട്ടു. അത് ഡേവിഡിൻ്റെ ആയിരുന്നില്ല. അത് ഓഫീസിലെ സെക്യൂരിറ്റി ഓഫീസറായിരുന്നു. അയാൾ പേടിയോടെ ചുറ്റും നോക്കി. ഗംഗയുടെ അരികിൽ വന്നു. കൊച്ചമ്മേ, സൂക്ഷിക്കണം. സാറ് നിങ്ങളിവിടെ കൊണ്ടുവന്നത് സ്നേഹം കൊണ്ടല്ല. ആ പഴയ അപകടത്തിൻ്റെ ഫയലുകൾ സാറ് വീണ്ടും തുറന്നിട്ടുണ്ട്. നിങ്ങളെ ജയിലിലടയ്ക്കാനാണ് അയാളുടെ നീക്കം. ഗംഗയുടെ കൈകൾ വിറച്ചു. ജയിലിലോ? പക്ഷേ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. സത്യം ആരും വിശ്വസിക്കില്ല കൊച്ചമ്മേ. തെളിവുകളെല്ലാം നിങ്ങൾക്കെതിരാണ്. അയാൾ അത്രയും പറഞ്ഞ് വേഗം അവിടെ നിന്ന് മാറി. ഗംഗ തളർന്നുപോയി. തന്നെ സ്നേഹിക്കാനല്ല, മറിച്ച് നിയമപരമായി തന്നെ നശിപ്പിക്കാനാണ് ഡേവിഡ് കരുക്കൾ നീക്കുന്നത്. അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം വന്നത്. ഡേവിഡിനെ വിശ്വസിക്കരുത്. നിന്റെ ഭൂതകാലത്തെക്കുറിച്ച് നിനക്കറിയാത്ത ചില സത്യങ്ങൾ ഇനിയുമുണ്ട്. ആരാണ് അയച്ചത്? ഗംഗയുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ഇരുളടങ്ങിയ ഓഫീസിൽ അവൾ തനിച്ചായി. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ആ അജ്ഞാത സന്ദേശം ഗംഗയുടെ ഉള്ളിൽ ഒരു പുതിയ ഭയത്തിന് വിത്തുപാകി. തനിക്ക് ചുറ്റും വലിയൊരു വല നെയ്യപ്പെടുകയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. പുറത്ത് മഴ കനത്തു പെയ്യുകയായിരുന്നു. വിജനമായ ഓഫീസിൽ ആ ഫോൺ സ്ക്രീനിലെ വെളിച്ചം ഗംഗയുടെ മുഖത്ത് പതിഞ്ഞു. നിന്റെ ഭൂതകാലത്തെക്കുറിച്ചും നിനക്കറിയാത്ത ചില സത്യങ്ങൾ ഇനിയുമുണ്ട്. ഈ വാക്കുകൾ അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി. ആരായിരിക്കും തനിക്ക് ഇങ്ങനൊരു സന്ദേശം അയച്ചത്? പെട്ടെന്ന് ഓഫീസിലെ ലൈറ്റുകൾ ഓരോന്നായി അണഞ്ഞു. ആകെയുള്ളത് എമർജൻസി ലാമ്പിൻ്റെ നേർത്ത വെളിച്ചം മാത്രം. ഭയന്നുപോയ ഗംഗ ബാഗും എടുത്ത് വേഗം താഴേക്കോടി. ലിഫ്റ്റിന് മുന്നിൽ എത്തിയപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. മഴ കാരണം വൈദ്യുതി നിലച്ചതാകാമെന്ന് അവൾ കരുതി. പടികളിറങ്ങി താഴെ എത്തിയപ്പോൾ പാർക്കിംഗ് ഏരിയയിൽ ഡേവിഡിൻ്റെ കാർ കാത്തു നിൽക്കുന്നത് കണ്ടു. കാറിനുള്ളിൽ ഡേവിഡ് ഗ്ലാസ് താഴ്ത്തി അവളെ നോക്കി. അയാളുടെ മുഖത്ത് ഒരു നിഗൂഢമായ ഭാവമായിരുന്നു. കയറൂ, അയാൾ കർക്കശമായി പറഞ്ഞു. ഗംഗ മറുത്തൊന്നും പറയാതെ കാറിൽ കയറി. യാത്രയിലുടനീളം രണ്ടുപേരും മിണ്ടിയില്ല. കാറിൻ്റെ ഗ്ലാസ്സിൽ തട്ടുന്ന മഴത്തുള്ളികൾ നോക്കി ഗംഗ ഇരുന്നു. അവളുടെ മനസ്സിൽ ആ സന്ദേശമായിരുന്നു. നീ എന്തിനാണ് പേടിക്കുന്നത്? ഡേവിഡ് പെട്ടെന്ന് ചോദിച്ചു. അയാളുടെ ശബ്ദം കാറിലെ നിശബ്ദതയെ കീറി മുറിച്ചു. ഞാൻ പേടിച്ചിട്ടില്ല, അവൾ നുണ പറഞ്ഞു. നുണ പറയണ്ട. നിന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ട്. ഓഫീസിൽ ആരോ നിന്നെ കാണാൻ വന്നിരുന്നോ? ഡേവിഡിൻ്റെ ചോദ്യം അവളെ ഞെട്ടിച്ചു. അയാൾ എല്ലാം നിരീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, ആരും വന്നില്ല, ഗംഗ പറഞ്ഞു. വീട്ടിലെത്തിയ ഉടനെ ഗംഗ തൻ്റെ മുറിയിലേക്ക് ഓടി. അവൾ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ സ്വിച്ച് ഓഫ് എന്ന മറുപടിയാണ് ലഭിച്ചത്. അപ്പോഴാണ് വാതിലിൽ ഒരു മുട്ട് കേട്ടത്. തുറന്നപ്പോൾ ഫ്രാങ്കായിരുന്നു. സാറ് നിന്നെ സ്റ്റഡി റൂമിലേക്ക് വിളിക്കുന്നു. ചില പുതിയ രേഖകളിൽ ഒപ്പിടാനുണ്ട്. ഫ്രാങ്കിൻ്റെ കണ്ണുകളിൽ ഒരു കുസൃതിയുണ്ടായിരുന്നു. ഗംഗ സ്റ്റഡി റൂമിലെത്തിയപ്പോൾ ഡേവിഡ് വലിയൊരു ലെതർ ബൗണ്ട് ഫയലുമായി ഇരിക്കുകയായിരുന്നു. ഇതിലൊപ്പിടും. നിന്റെ അമ്മയുടെ തുടർ ചികിത്സയ്ക്കുള്ള അനുമതി പത്രമാണിത്. ഗംഗ പെണ്ണെടുത്ത് ഒപ്പിടാൻ തുടങ്ങിയപ്പോൾ ആ ഫയലിൻ്റെ താഴെ മറച്ചു വെച്ചിരുന്ന മറ്റൊരു പേപ്പർ അവളുടെ കണ്ണിൽപ്പെട്ടു. അത് ഒരു കുറ്റസമ്മത പത്രമായിരുന്നു. ആ പഴയ അപകടത്തിന് ഉത്തരവാദി താനാണെന്ന് സമ്മതിക്കുന്ന രേഖ. അവൾ പെട്ടെന്ന് പേന താഴെ വെച്ചു. ഇതിൽ ഞാൻ ഒപ്പിടില്ല. നിങ്ങൾ എന്നെ ചതിക്കുകയാണ്. ഡേവിഡ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അവളുടെ അടുത്തേക്ക് വന്നു. അയാളുടെ കണ്ണുകളിൽ അഗ്നി ജ്വലിക്കുന്നുണ്ടായിരുന്നു. ചതിയോ? നീ എന്നോട് ചെയ്തതിനേക്കാൾ വലിയ ചതി മറ്റൊന്നില്ല ഗംഗ. ഒപ്പിട്ടില്ലെങ്കിൽ നിന്റെ അമ്മയ്ക്കുള്ള മരുന്നുകൾ നാളെ മുതൽ അങ്ങ് നിൽക്കും. തീരുമാനിച്ചോളൂ. ഗംഗ തകർന്നുപോയി. ഒപ്പിട്ടാൽ ജയിലിലേക്ക്, ഒപ്പിട്ടില്ലെങ്കിൽ അമ്മയുടെ മരണം. അവൾ നിസ്സഹായയായി ഡേവിഡിൻ്റെ മുഖത്തേക്ക് നോക്കി. ആ നിമിഷം അവളുടെ ഫോണിലേക്ക് വീണ്ടും ഒരു സന്ദേശം വന്നു. അത് ഗംഗയുടെ കണ്ണുകളെ വിടർത്തി. ഒപ്പിടരുത്. ആ ഫയലിലെ 3-ാം പേജ് ശ്രദ്ധിക്കുക. ഗംഗ വിറയ്ക്കുന്ന കൈകളോടെ ആ ഫയലിൻ്റെ 3-ാം പേജ് മറിച്ചു നോക്കി.
അവിടെ കണ്ട കാര്യം അവളുടെ ശ്വാസം നിലപ്പിച്ചു. ഗംഗയുടെ കൈകൾ വിറച്ചു. 3-ാം പേജിൽ അവൾ കണ്ടത് ആ പഴയ അപകടത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതിനൊപ്പം ഘടിപ്പിച്ച ഒരു സ്വകാര്യ കുറ്റാന്വേഷണ റിപ്പോർട്ടുമായിരുന്നു. ആ റിപ്പോർട്ടിലെ വരികൾ ഗംഗയുടെ കണ്ണുകളെ ഈറനണിയിച്ചു. ഡേവിഡിൻ്റെ സഹോദരൻ മരിച്ചത് കേവലം ഒരു കാർ അപകടത്തിലല്ല എന്ന് ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. അപകടം നടക്കുന്നതിന് തൊട്ടു മുമ്പ് അയാളുടെ ശരീരത്തിൽ മാരകമായ ഒരു മരുന്നിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. അതായത് ആരെങ്കിലും അയാളെ മയക്കിക്കിടത്തി അപായപ്പെടുത്തിയതാണ്. ഡേവിഡ് അവളുടെ മുഖത്തെ ഭാവമാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്താ ഗംഗ, നീ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? എൻ്റെ സഹോദരനെ കൊന്നത് നീയാണെന്ന് എനിക്കറിയാം. ആ രാത്രി അവനൊപ്പം ഉണ്ടായിരുന്നത് നീ മാത്രമാണ്. ഗംഗ ആ പേപ്പർ ടേബിളിലേക്ക് എറിഞ്ഞു. ഇല്ല, ഇത് കള്ളമാണ്. അന്ന് ഞാൻ ആ കാറിൽ ഉണ്ടായിരുന്നില്ല. ആ ഫോട്ടോ, ആ പത്രത്തിൽ വന്ന ഫോട്ടോ, അത് ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആരും എടുത്തതാണ്. അപകടം നടന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല. ഡേവിഡ് പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്നു. അയാളുടെ കൈകൾ അവളുടെ തോളിൽ മുറുകി. പിന്നെ നീ എന്തിനാ ഇത്രയും കാലം നിശബ്ദമായിരുന്നത്? എന്തിനാണ് എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ നീ അത് സമ്മതിച്ചത്? ഗംഗയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകി. കാരണം നിങ്ങളുടെ സഹോദരൻ സ്നേഹിച്ചിരുന്നത് എന്നെയല്ല, എൻ്റെ അനിയത്തിയായിരുന്നു. അവൾക്ക് 18 വയസ്സ് പോലും തികഞ്ഞിരുന്നില്ല. അന്ന് അവളെ ജയിലിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ പഴി ഏറ്റെടുത്തത്. അവൾക്ക് വേണ്ടിയാണ് ഞാൻ നാട് വിട്ടത്. ഡേവിഡ് സ്തംഭിച്ചു പോയി. അയാൾ പിടുത്തം വിട്ടു, പിന്നോട്ട് മാറി. നിന്റെ അനിയത്തിയോ? പക്ഷെ ഫ്രാങ്ക് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത് സാർ, ഗംഗ നിലവിളിച്ചു. അയാൾക്ക് എന്തൊക്കെയോ മറയ്ക്കാനുണ്ട്. ഡേവിഡിൻ്റെ മനസ്സിൽ ഒരു മിന്നൽ പിണർ പോലെ പല കാര്യങ്ങളും തെളിഞ്ഞു വന്നു. ഗംഗയെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചത് ഫ്രാങ്കായിരുന്നു. എല്ലാ തെളിവുകളും അവൾക്കെതിരെ നിർത്തിയതും അയാളാണ്. അപ്പോഴാണ് ആ സ്റ്റഡി റൂമിന് പുറത്ത് ഒരു നിഴൽ കണ്ടത്. ആരോ തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഡേവിഡിന് തോന്നി. അയാൾ പെട്ടെന്ന് വാതിൽ തുറന്നു. പക്ഷേ അവിടെ ആരുമില്ലായിരുന്നു. ഡേവിഡ് ഗംഗയുടെ അടുത്തേക്ക് തിരിഞ്ഞു. അയാളുടെ കണ്ണുകളിലെ ആ പഴയ ക്രൂരത മാഞ്ഞു പോയിരുന്നു. പകരം അവിടെ വലിയൊരു ആശയക്കുഴപ്പമായിരുന്നു. നീ പറയുന്നത് സത്യമാണെങ്കിൽ പിന്നെ ആരാണ് എൻ്റെ സഹോദരനെ കൊന്നത്? എന്തിനാണ് ഫ്രാങ്ക് നിന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നത്? ഗംഗയുടെ ഫോണിലേക്ക് വീണ്ടും ആ അജ്ഞാത സന്ദേശം വന്നു. ഡേവിഡിൻ്റെ മുറിയിലെ രഹസ്യ ലോക്കർ പരിശോധിക്കുക. സത്യം അവിടെയുണ്ട്. ഗംഗ ആ സന്ദേശം ഡേവിഡിന് കാണിച്ചു കൊടുത്തു. ഡേവിഡിൻ്റെ മുഖം വിളറി. അയാളുടെ മുറിയിലെ ലോക്കറിൻ്റെ പാസ്വേഡ് അയാൾക്കും ഫ്രാങ്കിനും മാത്രമേ അറിയൂ. ഡേവിഡിൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഗംഗ കാണിച്ചു കൊടുത്ത ആ സന്ദേശം അയാളുടെ ഉള്ളിലെ സകല വിശ്വാസങ്ങളെയും തകർത്തു കളഞ്ഞു. തൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഫ്രാങ്ക് തന്നെ ചതിക്കുകയാണോ? ഡേവിഡ് വേഗത്തിൽ തൻ്റെ ബെഡ്റൂമിലേക്ക് നടന്നു. ഗംഗ ഭയത്തോടെ അയാളുടെ പിന്നാലെ പോയി. ഭിത്തിയിലെ വലിയ പെയിൻറ്റിങ്ങിന് പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഡിജിറ്റൽ ലോക്കറിന് മുന്നിൽ അയാൾ നിന്നു. പാസ്വേഡ് അടിച്ചതും ഒരു ചെറിയ ശബ്ദത്തോടെ ലോക്കർ തുറന്നു. അകത്ത് ഡേവിഡിൻ്റെ ബിസിനസ് രേഖകളും കുറച്ച് സ്വർണവും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഒന്നുമില്ലല്ലോ, ഡേവിഡ് ദേഷ്യത്തോടെ പറഞ്ഞു. അടിയിൽ ആ ചുവന്ന ഫയലിന് താഴെ നോക്കൂ, പെട്ടെന്ന് ഗംഗ പറഞ്ഞു. ഡേവിഡ് ആ ഫയലുകൾ മാറ്റിയപ്പോൾ താഴെ ഒരു ചെറിയ പെൻഡ്രൈവും കുറച്ച് പഴയ കത്തുകളും കണ്ടു. ഡേവിഡ് ആ കത്തുകൾ ഓരോന്നായി എടുത്ത് വായിച്ചു. അത് അയാളുടെ സഹോദരൻ ഡാനിയൽ എഴുതിയതായിരുന്നു. എന്നാൽ ആ കത്തുകൾ ഗംഗയ്ക്കുള്ളതല്ലായിരുന്നു, മറിച്ച് ഫ്രാങ്കിൻ്റെ സഹോദരിക്ക് വേണ്ടിയുള്ളതായിരുന്നു. കത്തിൽ ഡാനിയൽ ഫ്രാങ്കിനെക്കുറിച്ച് ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ എഴുതിയിരുന്നു. ഫ്രാങ്ക് നമ്മുടെ കമ്പനിയിൽ നിന്ന് വലിയ തുക മോഷ്ടിക്കുന്നുണ്ട്. ഞാനിത് ഡേവിഡിനോട് പറയാൻ പോവുകയാണ്. ഡേവിഡ് തകർന്നുപോയി. തൻ്റെ സഹോദരനെ കൊന്നത് ഗംഗയല്ല, മറിച്ച് തൻ്റെ വിശ്വസ്തനായ ഫ്രാങ്ക് തന്നെയാണെന്ന് അയാൾക്ക് പതുക്കെ മനസ്സിലായി തുടങ്ങി. താൻ ഇത്രയും കാലം വേട്ടയാടിയത് ഒരു നിരപരാധിയാണെന്ന തിരിച്ചറിവ് അയാളെ വേദനിപ്പിച്ചു. പെട്ടെന്ന് മുറിയിലെ ലൈറ്റുകൾ അണഞ്ഞു. ഇരുട്ടിൽ നിന്ന് ഒരാൾ സാവധാനം പുറത്തേക്ക് വന്നു. കയ്യിൽ തിളങ്ങുന്ന ഒരു കത്തിയുമായി ഫ്രാങ്ക് നിൽക്കുന്നുണ്ടായിരുന്നു. നീയെല്ലാം കണ്ടെത്തിയല്ലേ ഡേവിഡ്? ഫ്രാങ്കിൻ്റെ സ്വരം വന്യമായിരുന്നു. നിന്റെ ആ പാവ അനിയൻ എൻ്റെ കയ്യിലെ പണം തട്ടാൻ നോക്കി. അവനെ ഞാൻ തീർത്തു. ബാക്കി കുറ്റം ഈ ഗംഗയുടെ തലയിലിടാൻ എളുപ്പമായിരുന്നു. ഫ്രാങ്ക്! ഡേവിഡ് അലറി. മിണ്ടരുത്. ഈ പെണ്ണിനെ നീ വിവാഹം കഴിച്ചപ്പോൾ ഞാൻ കരുതി എല്ലാം എൻ്റെ വഴിക്ക് വരുമെന്ന്. പക്ഷെ ആ അജ്ഞാതൻ അവനെല്ലാം നശിപ്പിച്ചു. ഫ്രാങ്ക് ഗംഗയുടെ അടുത്തേക്ക് നീങ്ങി. ആരാണ് നിനക്ക് സന്ദേശങ്ങൾ അയച്ചത് എന്നറിയണോ ഗംഗ? ഫ്രാങ്ക് പരിഹാസത്തോടെ ചോദിച്ചു. അത് നിന്റെ അനിയത്തി തന്നെയാണ്. അവൾ മരിച്ചിട്ടില്ല. അവൾ നിന്നെ രക്ഷിക്കാൻ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്. ഗംഗയുടെ കണ്ണുകൾ വിടർന്നു. തൻ്റെ അനിയത്തി ജീവിച്ചിരിപ്പുണ്ടോ? പെട്ടെന്ന് ഫ്രാങ്ക് ഡേവിഡിന് നേരെ ചാടി. ഇരുട്ടിൽ അവർ തമ്മിൽ മൽപ്പിടുത്തമായി. ഗംഗ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു.
അപ്പോഴാണ് മുറിയുടെ വാതിൽ തകർത്ത് പോലീസുകാർ അകത്തേക്ക് കയറിയത്. അവർക്കൊപ്പം ഒരു യുവതി ഉണ്ടായിരുന്നു. വെളിച്ചം വന്നപ്പോൾ ഗംഗ കണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് താൻ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ തൻ്റെ അനിയത്തിയെയാണ്. ആ മുറിയിലെ വെളിച്ചം തെളിഞ്ഞപ്പോൾ ഗംഗയുടെ ലോകം മാറി മറിഞ്ഞു. പോലീസുകാർ ഫ്രാങ്കിനെ ബലമായി കീഴ്പ്പെടുത്തി. എന്നാൽ ഗംഗയുടെ കണ്ണുകൾ ഉടക്കി നിന്നത് പോലീസുകാർക്കൊപ്പം വന്ന ആ യുവതിയുടെ മുഖത്തായിരുന്നു. മീര. ഗംഗയുടെ തൊണ്ടയിൽ നിന്ന് ആ പേര് ഒരു തേങ്ങലായി പുറത്തു വന്നു. വർഷങ്ങൾക്ക് മുമ്പ് അപകടത്തിന് ശേഷം അപ്രത്യക്ഷയായ തൻ്റെ അനിയത്തി. അവൾ മരിച്ചുപോയെന്ന് ഗംഗ കരുതിയിരുന്നത്. മീര ഓടി വന്ന് ഗംഗയെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും പൊട്ടിക്കരഞ്ഞു. എനിക്ക് മാപ്പ് തരൂ ചേച്ചി. എൻ്റെ പേരിൽ ചേച്ചി ഇത്രയും അപമാനം സഹിക്കേണ്ടി വന്നല്ലോ, മീര വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഡേവിഡ് സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. താൻ ഇത്രയും കാലം വേട്ടയാടിയത് ഒരു നിഴലിനെയായിരുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി. ഫ്രാങ്ക് തറയിൽ വീണ്ടും കിടന്നു. പല്ലുകൾ കടിച്ചു. നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട മീര. ആ പഴയ ഡയറി എൻ്റെ കയ്യിലുണ്ട്. പോലീസ് ഓഫീസർ ഫ്രാങ്കിൻ്റെ മുഖത്തടിച്ചു. ഡയറി മാത്രമല്ല ഫ്രാങ്ക്, നിന്റെ ഫോൺ കോളുകളും ഞങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. മീര തന്നെയാണ് ഞങ്ങളെ സഹായിച്ചത്. ഫ്രാങ്കിനെ പോലീസ് കൊണ്ടുപോയി. മുറിയിൽ ഒരു നിശബ്ദത പടർന്നു. ഡേവിഡ് പതുക്കെ ഗംഗയുടെ അടുത്തേക്ക് നടന്നു വന്നു. അയാളുടെ കണ്ണുകളിൽ ആദ്യമായി കുറ്റബോധം നിറഞ്ഞു നിന്നു. ഗംഗ, എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. ഡേവിഡിൻ്റെ ശബ്ദം ഇടറി. ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു. നിന്നെ ഒരു കുറ്റവാളിയായിട്ടാണ് ഞാൻ കണ്ടത്. എന്നോട് ക്ഷമിക്കണമെന്ന് പറയാൻ പോലും എനിക്ക് അർഹതയില്ല. ഗംഗ കണ്ണീർ തുടച്ചു. എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചത് നിങ്ങളാണ് സാർ. അത് മതി എനിക്ക്. സാർ എന്നല്ല, ഡേവിഡ് എന്ന് വിളിക്കൂ. അയാൾ അവളുടെ കൈകളിൽ പിടിച്ചു. ഇത്രയും കാലം പകയായിരുന്നു എൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് നിന്റെ കണ്ണിലെ സത്യം കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. മീര ഇടയിൽ കയറി പറഞ്ഞു. ചേച്ചി, അന്ന് ആ അപകടം നടന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഫ്രാങ്കാണ് എന്നെ അവിടെ നിന്ന് മാറ്റിയത്. ചേച്ചി ജയിലിലാകുമെന്ന് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി. പക്ഷേ പിന്നീട് ഞാൻ അറിഞ്ഞു അയാൾ നിങ്ങളെ ഓരോന്നായി നശിപ്പിക്കുകയാണെന്ന്. അതുകൊണ്ടാണ് രഹസ്യമായി ഞാൻ സന്ദേശങ്ങൾ അയച്ചത്. ഡേവിഡ് ഗംഗയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അതൊരു പുതിയ തുടക്കത്തിൻ്റെ പുഞ്ചിരിയായിരുന്നു. ഈ കരാർ വിവാഹം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഗംഗ. നീ ഇപ്പോൾ സ്വതന്ത്രയാണ്. നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം. നിന്റെ അമ്മയുടെ ചികിത്സ ഞാൻ തന്നെ നോക്കോളാം. ഗംഗ ഒന്ന് മടിച്ചു നിന്നു. സ്വാതന്ത്ര്യം കിട്ടിയിട്ടും അവളുടെ കാലുകൾക്ക് ആ വീട് വിട്ടുപോകാൻ തോന്നിയില്ല. ഡേവിഡിൻ്റെ കണ്ണുകളിൽ കണ്ട ആ പുതിയ തിളക്കം അവളെ അവിടെ തളച്ചിടുകയായിരുന്നു. ഡേവിഡ് നൽകിയ ആ സ്വാതന്ത്ര്യം ഗംഗയെ വല്ലാതെ ഒലിച്ചു കളഞ്ഞു. പോലീസുകാർ ഫ്രാങ്കിനെ കൊണ്ടുപോയതോടെ ആ വീടിൻ്റെ ഭിത്തികളിൽ തങ്ങി നിന്നിരുന്ന ഭയത്തിൻ്റെ നിഴലുകൾ മാഞ്ഞു തുടങ്ങിയിരുന്നു. ഗംഗ തൻ്റെ ചെറിയ ബാഗ് പാക്ക് ചെയ്യുകയായിരുന്നു. മീര പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഡേവിഡ് ജനാലക്കിരട്ടിലേക്ക് നോക്കി നിൽക്കുകയാണ്. അയാളുടെ ഉള്ളിൽ വലിയൊരു കുറ്റബോധം തിരതല്ലുന്നുണ്ടായിരുന്നു. നീ പോവുകയാണോ? ഡേവിഡിൻ്റെ ശബ്ദം പതുങ്ങിയതായിരുന്നു. ഗംഗ ഒന്ന് തിരിഞ്ഞു നോക്കി. അതെ, അമ്മയ്ക്ക് ബോധം വന്ന് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അമ്മയുടെ അടുത്തേക്ക് പോകണം. ഡേവിഡ് അവളുടെ അടുത്തേക്ക് വന്നു. അയാളുടെ കയ്യിൽ ഒരു താക്കോലുണ്ടായിരുന്നു. ഇത് കൊച്ചിയിലെ നിൻ്റെ പുതിയ ഫ്ലാറ്റിൻ്റെ താക്കോലാണ്. ഇത് നിൻ്റെ അമ്മയ്ക്കും നിനക്കും വേണ്ടിയുള്ളതാണ്. ഇത് ഒരു ഉപകാരമല്ല, ഞാൻ നിനക്ക് ചെയ്ത ദ്രോഹങ്ങൾക്കുള്ള ഒരു ചെറിയ പ്രായശ്ചിത്തം മാത്രം. ഗംഗ ആ താക്കോൽ വാങ്ങിയില്ല. എനിക്ക് പണോ വീടോ വേണ്ട ഡേവിഡ്. എൻ്റെ നിരപരാധിത്വം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് മതി. ഡേവിഡ് അവളുടെ തോളിൽ കൈവച്ചു. എനിക്ക് നിന്നെ വിട്ടുകളയാൻ തോന്നുന്നില്ല ഗംഗ. ഇത്രയും കാലം ഞാൻ നിന്നെ വേദനിപ്പിച്ചത് എൻ്റെ പക കൊണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിന്നെ നഷ്ടപ്പെടുമെന്ന് കരുതുമ്പോൾ എൻ്റെ ഉള്ളിലൊരു വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെടുന്നു. ഗംഗയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല. പതുക്കെ ബാഗുമെടുത്ത് അവൾ താഴേക്ക് നടന്നു. കാറിൽ കയറാൻ തുടങ്ങുമ്പോൾ മീര ചോദിച്ചു. ചേച്ചി, ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ ഞാൻ പ്രണയം കണ്ടു. ചേച്ചിക്ക് അത് കണ്ടില്ലേ? പ്രണയമല്ല മീര, അത് സഹതാപമാണ്. എനിക്ക് സഹതാപം വേണ്ട, ഗംഗ ഉറപ്പിച്ച് പറഞ്ഞു. കാറ് പതുക്കെ ഗേറ്റ് കടന്നു പോയി. ഡേവിഡ് ബാൽക്കണിയിൽ നിന്ന് ആ കാർ മറയുന്നതുവരെ നോക്കി നിന്നു. പെട്ടെന്ന് അയാളുടെ ഫോൺ ബെല്ലടിച്ചു. അത് ഓഫീസിൽ നിന്നായിരുന്നു. സാർ, ഫ്രാങ്കിൻ്റെ ലോക്കറിൽ നിന്ന് മറ്റൊരു രഹസ്യരേഖ കൂടി കിട്ടിയിട്ടുണ്ട്. ഗംഗയുടെ അച്ഛൻ്റെ മരണവുമായി ഫ്രാങ്കിന് എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ഡേവിഡ് ഞെട്ടിപ്പോയി. ഗംഗയുടെ ജീവിതം തകർക്കാൻ ഫ്രാങ്ക് വർഷങ്ങൾക്ക് മുമ്പേ പദ്ധതിയിട്ടിരുന്നോ? ഗംഗയെ തേടി ഇനി അപകടങ്ങൾ വരാനുണ്ടോ? ഡേവിഡ് ഉടനെ കാറിൻ്റെ ചാവി എടുത്തു. അവൾക്ക് പിന്നാലെ പോകണം. അവൾക്ക് ഇനിയും സത്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. പക്ഷേ ഇടവഴിയിൽ വെച്ച് ഒരു കറുത്ത വാൻ ഡേവിഡിൻ്റെ കാറിന് മുന്നിൽ കുറുകെ വന്നു നിന്നു. അതിൽ നിന്ന് മുഖംമൂടി ധരിച്ച് 4-5 പേർ ഇറങ്ങി വന്നു. ഡേവിഡിൻ്റെ കാറിന് മുന്നിൽ ആ കറുത്ത വാൻ വന്ന് നിന്നതോടെ അന്തരീക്ഷം വല്ലാതെ മുറുകി. ഗംഗയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം കണ്ടെത്താൻ പോകുന്ന ഡേവിഡിനെ തടയുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ആ മുഖംമൂടിധാരികളുടെ കയ്യിൽ മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു.
ഡേവിഡ് ഒട്ടും ഭയപ്പെട്ടില്ല. അയാൾ കാറിൽ നിന്ന് പുറത്തിറങ്ങി. ആരാണ് നിങ്ങൾ? ഫ്രാങ്കിൻ്റെ ആളുകളാണോ? ഡേവിഡ് ഗർജിച്ചു. അവർ മറുപടി പറഞ്ഞില്ല. അവർ ഡേവിഡിനെ ആക്രമിക്കാനെടുത്തു. പക്ഷേ ഡേവിഡ് ഒരു മികച്ച പോരാളിയായിരുന്നു. അയാൾ അവരെ ഓരോരുത്തരെയായി നേരിട്ടു. എന്നാൽ പിന്നിൽ നിന്ന് ഒരാൾ ഒരു മരത്തടി കൊണ്ട് അയാളുടെ തലക്കിടിച്ചു. ഡേവിഡ് ബോധരഹിതനായി നിലത്തു വീണു. അതേസമയം ഗംഗയും മീരയും ടാക്സിയിൽ അവരുടെ പഴയ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഗംഗയുടെ മനസ്സിൽ ഡേവിഡിൻ്റെ മുഖമായിരുന്നു. അയാൾ തന്നെ നോക്കിയ ആ നോട്ടം, അതിലെന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ചേച്ചി, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി അമ്മയെ കണ്ടിട്ട് പോയാലോ? മീര ചോദിച്ചു. അവർ ആശുപത്രിയിലെത്തിയപ്പോൾ അവിടെ വലിയൊരു ബഹളമായിരുന്നു. ഗംഗയുടെ അമ്മയുടെ റൂമിന് മുന്നിൽ പോലീസുകാർ നിൽക്കുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? ഗംഗ പരിഭ്രമത്തോടെ ചോദിച്ചു. ഗംഗ, നിന്റെ അമ്മയെ ആരോ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു. പക്ഷെ ഭാഗ്യത്തിന് ഞങ്ങൾ സമയത്തിനെത്തി, ഒരു പോലീസ് ഓഫീസർ പറഞ്ഞു. ഫ്രാങ്കിൻ്റെ പിന്നിൽ മറ്റാരോ ഉണ്ട്. അയാൾ ജയിലിലാണെങ്കിലും പുറത്ത് അയാളുടെ ശൃംഖല സജീവമാണ്. ഗംഗയുടെ ഫോൺ പെട്ടെന്ന് ബെല്ലടിച്ചു. അത് ഡേവിഡിൻ്റെ നമ്പറിൽ നിന്നായിരുന്നു. ഹലോ ഡേവിഡ്, ഗംഗ വിളിച്ചു. പക്ഷേ മറുപുറത്തെ ഡേവിഡിൻ്റെ ശബ്ദമായിരുന്നില്ല. ഒരു അപരിചിതൻ്റെ പരുക്കൻ ശബ്ദമായിരുന്നു. നിന്റെ ഭർത്താവ് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലാണ്. ഗംഗ, നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഒളിപ്പിച്ചു വെച്ച ആ പഴയ ഡയറി ഞങ്ങൾക്ക് വേണം. അത് തന്നാൽ ഇവനെ നിനക്ക് തിരിച്ചു തരാം. ഗംഗ സ്തംഭിച്ചു പോയി. അച്ഛൻ്റെ ഡയറിയോ? അച്ഛൻ ഒരു സാധാരണ കർഷകനായിരുന്നില്ലേ? ഡേവിഡിനെ രക്ഷിക്കാൻ താൻ എന്തു ചെയ്യും? എനിക്ക് ആ ഡയറിയെക്കുറിച്ച് ഒന്നും അറിയില്ല, ഗംഗ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അന്വേഷിച്ച് കണ്ടുപിടിക്കേ. നിനക്ക് 24 മണിക്കൂർ സമയമുണ്ട്. ഇല്ലെങ്കിൽ ഡേവിഡിൻ്റെ ബോഡി കൊച്ചി കടപ്പുറത്ത് പൊങ്ങും. ഫോൺ കട്ടായി. ഗംഗയുടെ ലോകം ഇരുളടഞ്ഞു. താൻ വെറുക്കാൻ ശ്രമിച്ച ആ മനുഷ്യനിപ്പോൾ തൻ്റെ പേരിൽ മരണത്തെ അഭിമുഖീകരിക്കുകയാണ്. മീരയുടെ അടുത്തുണ്ടായിരുന്ന ആ പഴയ പെട്ടിയിൽ അച്ഛൻ്റെ ചില സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഗംഗ വേഗം അത് തുറന്നു നോക്കി. അവിടെ ഒരു പഴയ ഫോട്ടോ ഫ്രെയിമിന് പിന്നിൽ ഒരു ചെറിയ താക്കോൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അവൾ കണ്ടു. ഗംഗയുടെ കൈകൾ വിറച്ചുകൊണ്ടിരുന്നു. ആ ചെറിയ താക്കോൽ അവളുടെ ഉള്ളിൽ പുതിയൊരു പ്രതീക്ഷയും അതോടൊപ്പം വലിയൊരു ഭയവും നിറച്ചു. ഡേവിഡിൻ്റെ ജീവൻ ഇപ്പോൾ തൻ്റെ കൈകളിലാണെന്ന തിരിച്ചറിവ് അവളെ തളർത്തി. മീര, അച്ഛൻ്റെ ആ പഴയ തടിപ്പെട്ടി ഉണ്ടല്ലോ, അതെവിടെ? ഗംഗ തിടുക്കത്തിൽ ചോദിച്ചു. മീര തട്ടിമ്പുറത്ത് നിന്ന് പൊടി പിടിച്ച ആ പഴയ പെട്ടി താഴെ ഇറക്കി. ഗംഗ തൻ്റെ കയ്യിലിരുന്ന താക്കോൽ ആ പെട്ടിയുടെ വശത്തുള്ള ചെറിയൊരു സുഷിരത്തിലിട്ട് തിരിച്ചു. ഒരു ചെറിയ ശബ്ദത്തോടെ പെട്ടിയുടെ അടിഭാഗത്തെ രഹസ്യറ തുറന്നു. അവിടെ മഞ്ഞ നിറം പടർന്ന ഒരു പഴയ ഡയറിയും കുറച്ച് ഫോട്ടോകളും ഉണ്ടായിരുന്നു. ഗംഗ ആ ഡയറി മറിച്ചു നോക്കി. അവളുടെ അച്ഛൻ വെറുമൊരു കർഷകനായിരുന്നില്ല. ഡേവിഡിൻ്റെ അച്ഛൻ്റെ ബിസിനസ് പങ്കാളിയായിരുന്നു അദ്ദേഹം. ഫ്രാങ്കിൻ്റെ അച്ഛൻ ഇവരെ രണ്ടുപേരെയും ചതിച്ച് സ്വത്തുക്കൾ തട്ടിയെടുത്തതും ഗംഗയുടെ അച്ഛനെ കള്ളക്കേസിൽ കുടുക്കിയതും ആ ഡയറിയിൽ വ്യക്തമായി എഴുതിയിരുന്നു. ഇത് പുറലോകം അറിഞ്ഞ ഫ്രാങ്കിൻ്റെ കുടുംബം തകരും. അതുകൊണ്ടാണ് അവർ ഇത് തിരയുന്നത്, മീര പറഞ്ഞു. പെട്ടെന്ന് ഗംഗയുടെ ഫോൺ വീണ്ടും ബെല്ലടിച്ചു. സമയം കഴിഞ്ഞു. ഗംഗ, ഡയറി എവിടെ? എൻ്റെ കയ്യിലുണ്ട്. ഡേവിഡിനെ എനിക്ക് കാണണം. കൊച്ചിയിലെ ആ പഴയ ഷിപ്പ്യാർഡിലേക്ക് ഞാൻ വരാം. പക്ഷേ ഡേവിഡിന് ഒന്നും സംഭവിക്കരുത്, ഗംഗ ധൈര്യം സംഭരിച്ച് പറഞ്ഞു. ഗംഗ ഒറ്റയ്ക്ക് ആ വിജനമായ ഷിപ്പ്യാർഡിലേക്ക് നടന്നു. ഇരുട്ടിൽ ദൂരെ ഒരു തൂണിൽ ഡേവിഡിനെ കെട്ടിയിട്ടിരിക്കുന്നത് അവൾ കണ്ടു. അയാളുടെ മുഖത്ത് ചോരപ്പാടുകളുണ്ട്. ഗംഗ, നീ എന്തിനാ അങ്ങോട്ട് വന്നത്? ഇത് ചതിയാണ്, ഓടിക്കോ. ഡേവിഡ് ബോധം മറഞ്ഞു. കിടക്കുന്നതിനിടയിലും വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് ഫ്രാങ്കിൻ്റെ വലങ്കൈയായ അലക്സ് പുറത്തേക്ക് വന്നു. ഡയറി ഇങ്ങ് വരൂ, എന്നിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും പോകാം. ഗംഗ ഡയറി നീട്ടി. അലക്സ് അത് വാങ്ങാൻ അടുത്തേക്ക് വന്നതും ഷിപ്പ്യാർഡിന് ചുറ്റും വലിയൊരു ലൈറ്റുകൾ തെളിഞ്ഞു. പോലീസുകാർ നാലുപാടും നിന്ന് അവരെ വളഞ്ഞു. ഗംഗ നേരത്തെ തന്നെ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. വെടിവയ്പ്പിനിടയിൽ ഗംഗ ഓടിച്ചെന്ന് ഡേവിഡിൻ്റെ കെട്ടുകൾ അഴിച്ചു. ഡേവിഡ്, എഴുന്നേൽക്കൂ. ഡേവിഡ് അവളെ ചേർത്ത് പിടിച്ചു. നീ എന്തിനാണ് നിന്റെ ജീവൻ പണയം വെച്ചത്? കാരണം എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല. ഗംഗയുടെ വാക്കുകൾ അവൻ്റെ നെഞ്ചിൽ തട്ടി. അലക്സ് പിടിയിലായെങ്കിലും പെട്ടെന്നൊരു കാർ അമിത വേഗത്തിൽ പാഞ്ഞു വന്നു. അതിനുള്ളിൽ നിന്ന് വെടിയുണ്ടകൾ ഗംഗയ്ക്ക് നേരെ പാഞ്ഞു. ഡേവിഡ് അവളെ തള്ളിമാറ്റി തറയിലേക്ക് വീണു. ഡേവിഡ്! ഗംഗ നിലവിളിച്ചു. ഡേവിഡിൻ്റെ തോളിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾ പുഞ്ചിരിച്ചു. എനിക്കൊന്നുമില്ല ഗംഗ, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ആ കാറ് ഓടിച്ചു പോയത് മറ്റാരും ആയിരുന്നില്ല. ജയിലിൽ നിന്ന് പരോളിനിറങ്ങിയ ഫ്രാങ്ക് തന്നെയായിരുന്നു. അയാൾ തൻ്റെ അവസാന അടവ് പയറ്റാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഷിപ്പ്യാർഡിലെ തണുത്ത കാറ്റിൽ വെടിയേച്ചുകൾ മുഴുങ്ങിക്കൊണ്ടിരുന്നു. ഡേവിഡിൻ്റെ തോളിൽ നിന്ന് ഒഴുകുന്ന രക്തം കണ്ട് ഗംഗയുടെ ലോകം നിലച്ചുപോയി. അവൾ തൻ്റെ കൈകൾ കൊണ്ട് ആ മുറിവ് അമർത്തിപ്പിടിച്ചു. ഡേവിഡ്, കണ്ണുറക്കൂ, എന്നെ തനിച്ചാക്കി പോകരുത്. ഗംഗയുടെ നിലവിളി ആ വിജനമായ സ്ഥലത്ത് പ്രതിധ്വനിച്ചു. ഡേവിഡ് കഷ്ടപ്പെട്ട് കണ്ണുകൾ തുറന്നു. വേദനയ്ക്കിടയിലും അയാൾ അവളുടെ മുഖം തഴുകി. ഗംഗ, നീ സുരക്ഷിതയല്ലേ? അത് മതി എനിക്ക്. ഇത്രയും കാലം ഞാൻ നിന്നെ വേദനിപ്പിച്ചു. അതിനുള്ള ശിക്ഷയാകാം ഇത്. അങ്ങനെയൊന്നും പറയരുത്.
നമുക്ക് ഇനി ഒരുപാട് ദൂരം ഒരുമിച്ച് പോകാനുണ്ട്. കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് ദൂരെ നിന്ന് ഫ്രാങ്കിൻ്റെ പൊട്ടിച്ചിരി കേട്ടത്. തൻ്റെ കാർ വട്ടം ചുറ്റിച്ചു. അയാൾ വീണ്ടും അവരുടെ അടുത്തേക്ക് വന്നു. അയാളുടെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. പോലീസ് സംഘം അയാളെ തടയാൻ ശ്രമിച്ചെങ്കിലും അയാൾ ഭ്രാന്തമായി വെടിയുതിർത്തു. നിങ്ങൾ രണ്ടുപേരും മരിക്കണം. എൻ്റെ കുടുംബത്തെ നശിപ്പിച്ച ആ ഡയറി എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കും അത് വേണ്ട, ഫ്രാങ്ക് അലറി. അയാൾ കാറിൽ നിന്നിറങ്ങി ഗംഗയുടെ അടുത്തേക്ക് നടന്നു വന്നു. തോക്ക് അവളുടെ നെറ്റിക്ക് നേരെ വെച്ചു. ഡേവിഡ് തളർന്നു കിടക്കുകയാണെങ്കിലും ഗംഗയെ സംരക്ഷിക്കാൻ ആഞ്ഞു ശ്രമിച്ചു. ഫ്രാങ്ക്, അവളെ വിട്ടേക്ക്. നിനക്ക് വേണ്ടത് എന്നെയല്ലേ? ഡേവിഡ് ദയനീയമായി ചോദിച്ചു. നിന്നെയും കൊല്ലും ഡേവിഡ്, പക്ഷേ നിന്റെ മുന്നിൽ വെച്ച് നിന്റെ പ്രിയപ്പെട്ടവൾ മരിക്കുന്നത് കാണുന്നതല്ലേ കൂടുതൽ രസം. ഫ്രാങ്ക് ട്രിഗറിൽ വിരലമർത്തി. പെട്ടെന്ന് ഒരു വലിയ ശബ്ദത്തോടെ ഷിപ്പ്യാർഡിലെ ഒരു പഴയ ക്രെയിൻ ഇളകി വീണു. ഫ്രാങ്ക് ഞെട്ടി പിന്നോട്ട് മാറി. ആ തക്കത്തിന് മീരയും പോലീസുകാരും ഫ്രാങ്കിനെ പിന്നിൽ നിന്ന് ആക്രമിച്ചു. പോലീസുകാർ അയാളുടെ കയ്യിലെ തോക്ക് തട്ടിത്തെറിപ്പിച്ചു. ഇത്തവണ ഫ്രാങ്കിന് രക്ഷപ്പെടാൻ വഴിയില്ലായിരുന്നു. അയാൾ വിലങ്ങുവയ്ക്കപ്പെട്ടു. ആംബുലൻസ് കുതിച്ചെത്തി. ഡേവിഡിനെ സ്ട്രെച്ചറിൽ കയറ്റുമ്പോൾ അയാൾ ഗംഗയുടെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നു. ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ ഗംഗ തളർന്നിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു. പേടിക്കാനൊന്നുമില്ല, വെടിയുണ്ട എല്ലിൽ തട്ടിയില്ല. ഡേവിഡ് സാർ ഇപ്പോൾ അപകടനില തരണം ചെയ്തു. ഗംഗ ആശ്വാസത്തോടെ ഭിത്തിയിൽ ചാരി നിന്നു. മീര അവളുടെ അരികിൽ വന്നു. ചേച്ചി, ഇനിയെല്ലാം ശരിയാകും. അച്ഛൻ്റെ ഡയറി ഇപ്പോൾ പോലീസിൻ്റെ കയ്യിലാണ്. ഫ്രാങ്കിനും കുടുംബത്തിനും ഇനി പുറംലോകം കാണാൻ കഴിയില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രിയിലെ മുറിയിൽ വെച്ച് ഡേവിഡ് കണ്ണു തുറന്നു. ഗംഗ ജനാലയ്ക്കിൽ നിന്ന് ആകാശത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഗംഗ, ഡേവിഡ് മെല്ലെ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ ചിരിക്കുകയായിരുന്നു. ഇനി നമ്മൾ തമ്മിൽ കരാറുകളൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? വെറുമൊരു ഭാര്യയായിട്ടല്ല, എൻ്റെ ജീവൻ്റെ പകുതിയായി. ഗംഗയുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രുക്കൾ പൊഴിഞ്ഞു. അവൾ മറുപടി പറയുന്നതിന് മുമ്പ് ഡേവിഡ് അവളുടെ കയ്യിൽ ആ പഴയ മോതിരം വീണ്ടും അണിയിച്ചു. ഇത്തവണ അത് പണയത്തിൻ്റേതല്ലായിരുന്നു, മറിച്ച് പ്രണയത്തിൻ്റേതായിരുന്നു. ഡേവിഡിൻ്റെ മുറിയിൽ പ്രണയത്തിൻ്റെ മഞ്ഞുരുകുമ്പോഴും പുറത്ത് മറ്റൊരു കൊടുങ്കാറ്റ് രൂപപ്പെടുന്നുണ്ടായിരുന്നു. ഫ്രാങ്ക് ജയിലിലാണെങ്കിലും അയാളുടെ സ്വാധീനം അത്ര പെട്ടെന്ന് അവസാനിക്കില്ലെന്ന് ഗംഗയ്ക്ക് അറിയാമായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തിയ ഡേവിഡിനെ വരവേൽക്കാൻ മീരയും ഗംഗയും ചേർന്ന് ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. ആ വലിയ ബംഗ്ലാവ് ഇപ്പോൾ പഴയതുപോലെ പേടിപ്പെടുത്തുന്നതായിരുന്നില്ല. അവിടെ ചിരിയും വെളിച്ചവും നിറഞ്ഞു തുടങ്ങി. ഗംഗ, ആ ഡയറി അത് ഞാൻ മുഴുവനും വായിച്ചു. ഡേവിഡ് സോഫയിലിരുന്നു കൊണ്ട് ഗംഗയോട് പറഞ്ഞു. നിന്റെ അച്ഛനും എൻ്റെ അച്ഛനും ചേർന്ന് തുടങ്ങിയ ഈ എസ്റ്റേറ്റ് ബിസിനസ് തകർത്തത് ഫ്രാങ്കിൻ്റെ അച്ഛൻ സോമനായിരുന്നു. പക്ഷേ അതിൽ മറ്റൊരു പേരുകൂടി ഡയറിയിൽ എഴുതിയിട്ടുണ്ട്, രാഘവൻ. ആരാണ് ഈ രാഘവൻ? ഗംഗ ഞെട്ടിപ്പോയി. രാഘവൻ എന്നത് ഗംഗയുടെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം തങ്ങളെ സഹായിക്കണമെന്ന ഒരേ ഒരു വ്യക്തി രാഘവൻ അങ്കിൾ. അദ്ദേഹം ഇപ്പോൾ നാട്ടിലുണ്ട്. ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഗംഗ പറഞ്ഞു. സൂക്ഷിക്കണം ഗംഗ, ഡയറിയിൽ പറയുന്നത് രാഘവൻ സോമൻ്റെ കൂടെ ചേർന്ന് നിന്റെ അച്ഛനെ ചതിച്ചു എന്നാണ്. ഫ്രാങ്കിനേക്കാൾ വലിയ ശത്രു നമുക്ക് ചുറ്റും വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഡേവിഡ് ഗൗരവത്തോടെ പറഞ്ഞു. അപ്പോഴാണ് മീര ഓടി വന്നത്. ചേച്ചി, രാഘവൻ അങ്കിൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് സുഖമില്ലെന്ന് അറിഞ്ഞു വന്നതാണ്. ഗംഗയും ഡേവിഡും പരസ്പരം നോക്കി. അവർ ഹാളിലേക്ക് ചെന്നപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച് ശാന്തനായി രാഘവൻ ഇരിക്കുന്നുണ്ടായിരുന്നു. മോളെ ഗംഗ, ഡേവിഡിന് പരിക്കേറ്റെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായില്ല. ഫ്രാങ്ക് ചെയ്തതൊക്കെ വലിയ ക്രൂരതയായിപ്പോയി, രാഘവൻ സങ്കടത്തോടെ പറഞ്ഞു. ഡേവിഡ് രാഘവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അയാളുടെ കണ്ണുകളിൽ എന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ട്. രാഘവൻ സാർ, ഗംഗയുടെ അച്ഛൻ്റെ ആ പഴയ ഡയറി ഇപ്പോൾ പോലീസിൻ്റെ കയ്യിലാണ്. അതിൽ ചിലരുടെ പേരുകളൊക്കെ ഉണ്ട്. പോലീസ് ഉടനെ അവരെ അങ്ങ് പോക്കും. ഡേവിഡിൻ്റെ വാക്കുകൾ കേട്ടതും രാഘവൻ്റെ മുഖത്ത് ഒരു നിമിഷം പരിഭ്രമം മിന്നിമറഞ്ഞു. അയാൾ വേഗം ചായ കുടിച്ച് എഴുന്നേറ്റു. അത് നല്ല കാര്യമാണ്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ ഇറങ്ങട്ടെ. രാഘവൻ പോയ ഉടനെ ഡേവിഡ് ഫ്രാങ്കിനെ ജയിലിൽ വിളിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. രാഘവനെക്കുറിച്ചുള്ള സത്യം ഫ്രാങ്കിനറിയാം. ഫ്രാങ്കിനെ ഭീഷണിപ്പെടുത്തിയാൽ മാത്രമേ രാഘവൻ്റെ പങ്ക് പുറത്തു വരൂ. രാത്രിയിൽ ഗംഗയ്ക്ക് വീണ്ടും ആ പഴയ അജ്ഞാത സന്ദേശം വന്ന നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നു. പക്ഷേ അത് മീരയായിരുന്നില്ല. ഇത്തവണ ഗംഗ ഡേവിനോട് പറയണം, രാഘവൻ്റെ വീട്ടിലെ ആ രഹസ്യമുറിയിൽ നിന്റെ അച്ഛൻ്റെ മരണത്തിൻ്റെ വീഡിയോ തെളിവുകളുണ്ട്. അവനത് നശിപ്പിക്കാൻ പോവുകയാണ്, വേഗം പോകൂ. ഗംഗ സ്തംഭിച്ചു പോയി. രാഘവൻ അങ്കിൾ തൻ്റെ അച്ഛനെ കൊന്നതാണോ? തങ്ങളെ സംരക്ഷിച്ച ആൾ തന്നെയാണോ വേട്ടക്കാരൻ? ഗംഗയുടെ ഉള്ളിൽ ആകെ ഒരു പിടച്ചിലായിരുന്നു. ഇത്രയും കാലം തങ്ങളെ സംരക്ഷിച്ചു എന്ന് കരുതിയ രാഘവൻ അങ്കിൾ തന്നെയാണോ തങ്ങളുടെ ജീവിതം തകർത്തത്? ഡേവിഡിൻ്റെ സംശയം ശരിയാണെന്ന് അവൾക്ക് തോന്നി തുടങ്ങി. ഫോണിലെ അജ്ഞാത സന്ദേശം ഗംഗ ഡേവിഡിന് കാണിച്ചു കൊടുത്തു. ഡേവിഡ് ഒട്ടും വൈകിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. തൻ്റെ തോളിലെ മുറിവ് വേവിക്കാതെ അയാൾ എഴുന്നേറ്റു.
നമുക്ക് ഇപ്പോൾ തന്നെ രാഘവൻ്റെ വീട്ടിലേക്ക് പോകണം ഗംഗ. തെളിവുകൾ നശിപ്പിക്കാൻ അയാൾക്ക് കുറച്ച് സമയം മതി, ഡേവിഡ് ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷെ ഡേവിഡ്, പോലീസ് കൂടെ ഇല്ലാതെ അങ്ങോട്ട് പോകുന്നത് അപകടമല്ലേ? ഗംഗ ഭയത്തോടെ ചോദിച്ചു. പോലീസിനെ അറിയിച്ചാൽ അയാൾക്ക് വിവരം കിട്ടും. നമുക്ക് രഹസ്യമായി നീങ്ങാം. ഡേവിഡ് തൻ്റെ കാറിൻ്റെ ചാവി എടുത്തു. രാത്രിയുടെ നിശബ്ദതയിൽ അവൻ രാഘവൻ്റെ തറവാട് വീടിന് മുന്നിലെത്തി. പഴയ രീതിയിലുള്ള ആ വലിയ വീട് ഇരുട്ടിൽ നിഗൂഢമായി കിടന്നു. വീടിൻ്റെ പിൻവശത്തുള്ള ജനാല വഴി അവർ അകത്തേക്ക് കടന്നു. രാഘവൻ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ മുകളിലത്തെ നിലയിൽ ഒരു വെളിച്ചം കണ്ടു. പതുക്കെ മുകളിലേക്ക് കയറിയ അവർ ഒരു അടഞ്ഞ മുറിയുടെ മുന്നിലെത്തി. വാതിലിൻ്റെ വിടവിലൂടെ നോക്കിയപ്പോൾ രാഘവൻ ആവശ്യത്തോടെ ചില പഴയ സീഡികളും പെൻഡ്രൈവുകളും ഒരു തീപ്പെട്ടി എടുത്ത് കത്തിക്കാൻ നോക്കുന്നത് കണ്ടു. രാഘവൻ സാർ! ഡേവിഡ് വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറി. രാഘവൻ ഞെട്ടിപ്പോയി. അയാളുടെ മുഖത്തെ ആ ശാന്തത മാറി അവിടെ ക്രൂരമായ ഭാവം വന്നു. നീ എവിടെ എങ്ങനെ എത്തി? എല്ലാം തീർന്നു രാഘവൻ സാർ. ഗംഗയുടെ അച്ഛനെ കൊന്നത് നിങ്ങളാണെന്ന് ഞങ്ങൾക്കറിയാം. ആ സീഡി ഇങ്ങ് തന്നിക്കൂ. ഡേവിഡ് കൈനീട്ടി. രാഘവൻ ഉച്ചത്തിൽ ചിരിച്ചു. കൊന്നത് ഞാൻ തന്നെയാണ്. നിന്റെ അച്ഛൻ്റെയും ഇവളുടെ അച്ഛൻ്റെയും ആ എസ്റ്റേറ്റ് എനിക്ക് വേണമായിരുന്നു. സോമൻ വെറുമൊരു കരുവായിരുന്നു. സത്യങ്ങൾ വിളിച്ചു പറയുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവളുടെ അച്ഛനെ ഞാൻ തീർത്തത്. രാഘവൻ തൻ്റെ കയ്യിലിരുന്ന തോക്ക് ഡേവിഡിന് നേരെ ചൂണ്ടി. പക്ഷേ ആ സത്യം ഇന്ന് ഈ തീയോടൊപ്പം അവസാനിക്കും. നിങ്ങൾ രണ്ടുപേരെയും ഇവിടെ വെച്ച് തന്നെ ഞാൻ ഇല്ലാതാക്കും. പെട്ടെന്ന് ഗംഗ മുറിയിലെ വലിയൊരു ചട്ടിയെടുത്ത് രാഘവൻ്റെ കൈ ലക്ഷ്യമാക്കി എറിഞ്ഞു. തോക്ക് താഴെ വീണു. ഡേവിഡ് രാഘവനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. മൽപ്പിടുത്തത്തിനിടയിൽ ആ തീപ്പെട്ടി താഴെ വീണ് അവിടെ ഉണ്ടായിരുന്ന പഴയ പേപ്പറുകൾക്ക് തീപിടിച്ചു. ഡേവിഡ്, തീ പടരുന്നു, വേഗം പുറത്തിറങ്ങൂ! ഗംഗ നിലവിളിച്ചു. പക്ഷേ ഡേവിഡ് ആ പെൻഡ്രൈവ് എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. തീ ആളിപ്പടർന്നു. രാഘവൻ ഭ്രാന്തമായി ചിരിച്ചുകൊണ്ട് തീയിലേക്ക് ചാടി. ആർക്കൊന്നും കിട്ടില്ല, എല്ലാം ചാമ്പലാക്കും. ഡേവിഡ് കഷ്ടപ്പെട്ട് ആ പെൻഡ്രൈവ് കൈക്കലാക്കി. ഗംഗയെയും കൂട്ടി പുറത്തേക്ക് ഓടി. അവർ പുറത്തെത്തിയതും ആ പഴയ മുറിയിൽ വലിയൊരു സ്ഫോടനം നടന്നു. ആളിക്കത്തുന്ന ആ തറവാട് വീടിന് മുന്നിൽ കിതച്ചുകൊണ്ട് ഗംഗയും ഡേവിഡും നിന്നു. ആകാശത്തേക്ക് ഉയരുന്ന കറുത്ത പുകച്ചുരുളുകൾക്കിടയിൽ രാഘവന്റെ അട്ടഹാസം പതിയെ നിലച്ചു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു വീണിരുന്നു. ഡേവിഡ്, നമുക്ക് പോകാം, പോലീസ് ഇപ്പം ഇങ്ങോട്ടെത്തും. ഗംഗ പരിഭ്രമത്തോടെ അയാളുടെ കയ്യിൽ പിടിച്ചു. ഡേവിഡിന്റെ വസ്ത്രങ്ങൾ പലയിടത്തും കരിപിടിച്ചിരുന്നു. എങ്കിലും അയാളുടെ കയ്യിൽ ആ പെൻഡ്രൈവ് സുരക്ഷിതമായിരുന്നു. ഇതിലാണ് എല്ലാം. ഗംഗ, നിന്റെ അച്ഛൻ്റെ നീതി ഇതിലുണ്ട്. അപ്പോഴാണ് തകർന്നു വീണ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരാൾ ഇഴഞ്ഞ് നീങ്ങുന്നത് ഗംഗ കണ്ടത്. അത് രാഘവനായിരുന്നു. അയാളുടെ പകുതി മുഖം പൊള്ളലേറ്റ് വികൃതമായിരിക്കുന്നു. കയ്യിൽ കത്തിയുമായി അയാൾ വീണ്ടും അവർക്ക് നേരെ നീങ്ങി. നിങ്ങൾ ജീവനോടെ പോകില്ല, രാഘവൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ അയാൾക്ക് അധിക ദൂരം നീങ്ങാൻ കഴിഞ്ഞില്ല. ദൂരെ നിന്ന് പോലീസ് ജീപ്പിന്റെ സൈറൻ മുഴങ്ങി. രാഘവൻ തളർന്നു നിലത്ത് വീണു. ഇത്തവണ അയാൾക്ക് രക്ഷപ്പെടാൻ വഴിയില്ലായിരുന്നു. 2 ദിവസത്തിനു ശേഷം ഡേവിഡിന്റെ ഓഫീസിൽ വെച്ച് അവർ ആ പെൻഡ്രൈവ് ലാപ്ടോപ്പിൽ ഘടിപ്പിച്ചു. അതിലൊരു വീഡിയോ ഫയൽ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഗംഗയുടെ അച്ഛൻ രഹസ്യമായി റെക്കോർഡ് ചെയ്തതായിരുന്നു അത്. വീഡിയോയിൽ രാഘവനും സോമനും ചേർന്ന് ഗംഗയുടെ അച്ഛനെ ഭീഷണിപ്പെടുത്തുന്നത് വ്യക്തമായിരുന്നു. എസ്റ്റേറ്റ് രേഖകളിൽ ഒപ്പിടാൻ വിസമ്മതിച്ചപ്പോൾ രാഘവൻ ക്രൂരമായി അയാളെ മർദ്ദിക്കുന്നതും ഒടുവിൽ അത് ഒരു അപകടമാക്കി മാറ്റാൻ പദ്ധതിയിടുന്നതും ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഗംഗയുടെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛൻ ഇത്രയും വേദന അനുഭവിച്ചിരുന്നോ? ഡേവിഡ് അവളുടെ തോളിൽ കൈവച്ചു. ഇത് കണ്ട് നീ വിഷമിക്കരുത് ഗംഗ. നിന്റെ അച്ഛൻ ഒരു പോരാളിയായിരുന്നു. അയാൾ തെളിവുകൾ അവശേഷിപ്പിച്ചത് നീ ഇത് കണ്ടെത്തുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. വീഡിയോയുടെ അവസാനം ഗംഗയുടെ അച്ഛൻ ക്യാമറ നോക്കി പറയുന്ന ഒരു വാചകമുണ്ടായിരുന്നു. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാനിത് കരുതി വയ്ക്കുന്നു. എൻ്റെ സുഹൃത്ത് രാഘവനെ വിശ്വസിക്കരുത്. പക്ഷേ ഡേവിഡിൻ്റെ അച്ഛൻ എബ്രഹാമിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. ഡേവിഡ് അത് കേട്ട് അമ്പരന്നു. എൻ്റെ അച്ഛനും ഇതിൽ ഇരയായിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഫ്രാങ്കും രാഘവനും ചേർന്ന് നമ്മുടെ 2 കുടുംബങ്ങളെയും തമ്മിലടുപ്പിക്കുകയായിരുന്നു. അപ്പോഴാണ് ഓഫീസിലേക്ക് ഫ്രാങ്കിൻ്റെ വക്കീൽ കടന്നു വരുന്നത്. അയാളുടെ കയ്യിൽ ഒരു രേഖയുണ്ടായിരുന്നു. ഡേവിഡ് സാർ, ഫ്രാങ്ക് ജയിലിൽ വെച്ച് ഒരു കത്തയച്ചിട്ടുണ്ട്. ഗംഗയുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഡേവിഡിൻ്റെ പേരിൽ ഒരു വലിയ തുക ഇൻഷുറൻസ് ചെയ്തിരുന്നു. ആ പണം ഇപ്പോൾ ഗംഗയുടെ പേരിലുണ്ട്. കോടിക്കണക്കിന് രൂപ വരും അത്. ഗംഗ സ്തംഭിച്ചു പോയി. താൻ ഇത്രയും കാലം ദാരിദ്ര്യത്തിൽ കഴിഞ്ഞത് തൻ്റെ അച്ഛൻ തനിക്ക് വേണ്ടി കരുതി വെച്ച ഈ സമ്പാദ്യത്തെക്കുറിച്ച് അറിയാതെയായിരുന്നു. പെട്ടെന്നുണ്ടായ ഈ വെളിപ്പെടുത്തൽ ഗംഗയെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് തൻ്റെ പേരിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവൾക്ക് സന്തോഷം തോന്നിയില്ല. കാരണം ആ പണത്തിന് പിന്നിൽ തൻ്റെ അച്ഛൻ്റെ ചോരയും കണ്ണീരും ഉണ്ടായിരുന്നു. ഡേവിഡിൻ്റെ ഓഫീസിൽ വക്കീൽ വെച്ച ആ ഫയലിലേക്ക് ഗംഗ നോക്കി. എനിക്ക് ഈ പണം വേണ്ട ഡേവിഡ്. എൻ്റെ അച്ഛൻ്റെ ജീവന് പകരം നൽകാൻ ഇതിന് കഴിയില്ല. ഡേവിഡ് അവളുടെ അരികിൽ വന്നിരുന്നു. ഗംഗ, ഇത് നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി കരുതി വെച്ചതാണ്. നീ ഇത് സ്വീകരിക്കണം. നിനക്കും നിന്റെ കുടുംബത്തിന് ഇനി ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ടി വരരുത്. പക്ഷേ ഡേവിഡ് ഒന്ന് നിർത്തി. ഈ വാർത്ത പുറലോകം അറിഞ്ഞാൽ നിനക്ക് ശത്രുക്കൾ കൂടും.
ഡേവിഡിന്റെ സംശയം ശരിയായിരുന്നു. ഗംഗ വലിയൊരു സമ്പന്നയായി എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഗംഗയെ സ്നേഹിച്ചവർ പോലും ഇപ്പോൾ അവളെ മറ്റൊരു കണ്ണിലൂടെ നോക്കാൻ തുടങ്ങി. അന്ന് വൈകുന്നേരം ഗംഗയുടെ ഫോണിലേക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് കോൾ വന്നു. ഗംഗ, നീ ഭാഗ്യവതിയാണെന്ന് കരുതണ്ട. നിന്റെ അച്ഛൻ എസ്റ്റേറ്റിൽ നിന്ന് മോഷ്ടിച്ച പണമാണ് അതെന്ന് തെളിയിക്കാൻ എൻ്റെ കയ്യിൽ രേഖകളുണ്ട്. ശബ്ദം കേട്ടതും ഗംഗ വിറച്ചുപോയി. അത് മറ്റാരുമായിരുന്നില്ല, ജയിലിൽ കിടക്കുന്ന ഫ്രാങ്കിന്റെ സഹോദരി ഷീബയായിരുന്നു. അവൾ ഒരു വക്കീലാണ്. ഫ്രാങ്കിനെ ജയിലിൽ നിന്നിറക്കാനും ഗംഗയുടെ സ്വത്ത് തട്ടിയെടുക്കാനും ഷീബ കള്ളം മാറ്റി ചവിട്ടുകയായിരുന്നു. ഡേവിഡ്, ഫ്രാങ്കിന്റെ സഹോദരി ഷീബ എന്നെ വിളിച്ചിരുന്നു. അവൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്, ഗംഗ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഷീബയോ? അവളത്ര നിസ്സാരക്കാരിയല്ല. അവൾക്ക് ഹൈക്കോടതിയിൽ വരെ സ്വാധീനമുണ്ട്. അവളൊരു കേസ് ഫയൽ ചെയ്താൽ നിന്റെ സ്വത്ത് മുഴുവൻ ഗവൺമെൻറ് മരവിപ്പിക്കും, ഡേവിഡ് ഗൗരവത്തോടെ പറഞ്ഞു. അതിനിടയിൽ ഡേവിഡിന്റെ ബിസിനസ് ഗ്രൂപ്പിലെ ചിലർ ഗംഗയ്ക്കെതിരെ തിരിഞ്ഞു. ഒരു സാധാരണ പെൺകുട്ടിക്ക് എങ്ങനെ ഇത്രയും വലിയ ബിസിനസ് പങ്കാളിത്തം നൽകും എന്നതായിരുന്നു അവരുടെ ചോദ്യം. ഡേവിഡിനെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നീക്കങ്ങൾ അവർ തുടങ്ങി. രാത്രിയിൽ വീട്ടിൽ തിരിച്ചെത്തിയ ഗംഗ കണ്ടത് മീര പേടിയുടെ മുറിയിലിരിക്കുന്നതാണ്. ചേച്ചി, പുറത്ത് ആരോ നിൽക്കുന്നുണ്ട്, കുറേ നേരമായി. നമ്മുടെ വീടിന് ചുറ്റും കാർ ഓടിക്കുന്നു. ഡേവിഡ് തൂക്കുമായി പുറത്തിറങ്ങി. പക്ഷെ അവിടെ ആരുമില്ലായിരുന്നു. വരാന്തയിൽ ഒരു കത്ത് മാത്രം കിടക്കുന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നാളെ രാവിലെ 10 മണിക്ക് കൊച്ചിയിലെ പഴയ ലോക്ഷോർ റിസോർട്ടിൽ വരിക. നിന്റെ അച്ഛൻ്റെ മരണത്തിലെ അവസാന രഹസ്യം അവിടെയുണ്ട്. ഒറ്റയ്ക്ക് വരണം. ഡേവിഡ് ഗംഗയെ തടയാൻ നോക്കി. ഇത് ചതിയാണ് ഗംഗ, നീ പോകരുത്. എനിക്ക് പോകണം ഡേവിഡ്. അച്ഛനെക്കുറിച്ച് ഇനിയൊരു രഹസ്യം ബാക്കിയുണ്ടെങ്കിൽ അതെനിക്കറിയണം, ഗംഗ ഉറപ്പിച്ച് പറഞ്ഞു. ഡേവിഡിൻ്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഗംഗ ആ തീരുമാനമെടുത്തു. അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അവസാന സത്യവും താൻ അറിയണം. അത് ചതിയായാലും നേരിടാൻ അവൾ ഉറച്ചു. പിറ്റേന്ന് രാവിലെ കൊച്ചിയിലെ വിജനമായ ആ പഴയ ലേക്ക് ഷോർ റിസോർട്ടിൽ ഗംഗ എത്തി. ഡേവിഡ് രഹസ്യമായി അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു. എങ്കിലും റിസോർട്ടിൻ്റെ ഗേറ്റിന് മുന്നിൽ വെച്ച് ചില ഗുണ്ടകൾ അയാളെ കാർ തടഞ്ഞു. റിസോർട്ടിൻ്റെ ഇരുളടങ്ങിയ ഹാളിലേക്ക് ഗംഗ നടന്നു ചെന്നു. അവിടെ തനിച്ചിരുന്ന് സിഗരറ്റ് വലിക്കുന്ന ഒരു സ്ത്രീയെ അവൾ കണ്ടു. ഫ്രാങ്കിൻ്റെ സഹോദരി അഡ്വക്കേറ്റ് ഷീബ. വരൂ ഗംഗ, നിന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഷീബ ഒരു വക്രബുദ്ധിയോടെ ചിരിച്ചു. എവിടെ എൻ്റെ അച്ഛൻ്റെ മരണരഹസ്യം? അത് തരാമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഗംഗ ധൈര്യം സംഭരിച്ച് ചോദിച്ചു. ഷീബ ഒരു ടേപ്പ് റെക്കോർഡർ മേശപ്പുറത്ത് വെച്ചു. അതിൽ നിന്ന് ഗംഗയുടെ അച്ഛൻ്റെ ശബ്ദം പുറത്തു വന്നു. ഡേവിഡിൻ്റെ അച്ഛൻ എബ്രഹാം, അയാൾ എന്നെ ചതിച്ചു. ഈ എസ്റ്റേറ്റ് തട്ടിയെടുക്കാൻ അയാൾ സോമനോടൊപ്പം കൈകോർത്തു. ഗംഗ സ്തംഭിച്ചുപോയി. ഡേവിഡിൻ്റെ അച്ഛനും ഇതിൽ പങ്കുണ്ടെന്നോ? അപ്പോൾ ഡേവിഡ് തന്നെ സ്നേഹിക്കുന്നത് ഈ സത്യം മൂടി വയ്ക്കാനാണോ? കണ്ടോ ഗംഗ, നീ വിശ്വസിക്കുന്ന ഡേവിഡിൻ്റെ കുടുംബമാണ് നിന്റെ അച്ഛൻ്റെ ഘാതകർ. ഈ റെക്കോർഡിംഗ് പുറത്തു വന്നാൽ ഡേവിഡിൻ്റെ കുടുംബം ജയിലിലാകും. നിനക്കിത് വേണമെങ്കിൽ നിന്റെ പേരിലുള്ള ആ കോടികളുടെ സ്വത്ത് എനിക്ക് എഴുതി തരിക. ഷീബ ഒരു കരാർ പത്രം അവളുടെ മുന്നിലേക്ക് നീട്ടി. ഗംഗയുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി. താൻ ഇത്രയും കാലം വിശ്വസിച്ച ഡേവിഡ് തന്നെ ചതിക്കുകയായിരുന്നു. പുറത്ത് ഡേവിഡ് ഗുണ്ടകളുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഗംഗ ആ റെക്കോർഡിംഗ് സൂക്ഷിച്ചു കേട്ടു. ശബ്ദത്തിൽ എന്തോ ഒരു കൃത്രിമം അവൾക്ക് തോന്നി. ഇത് അച്ഛൻ്റെ ശബ്ദമല്ല, നിങ്ങളത് എഡിറ്റ് ചെയ്തതാണ്. ഷീബയുടെ ചിരി മാഞ്ഞു. മിടുക്കി. പക്ഷേ ഇത് വിശ്വസിക്കാൻ കോടതിക്ക് ഈ തെളിവ് മതി. നീ ഒപ്പിട്ടില്ലെങ്കിൽ ഡേവിഡിനെ ഞാൻ കൊലക്കേസിൽ കൊടുക്കും. അപ്പോഴാണ് ഡേവിഡ് തകർത്ത വാതിലിലൂടെ അകത്തേക്ക് ഓടിക്കയറിയത്. അയാളുടെ വസ്ത്രങ്ങളിൽ രക്തമുണ്ടായിരുന്നു. ഗംഗ, ഒപ്പിടരുത്, അതൊരു കെണിയാണ്. ഷീബ പെട്ടെന്ന് റിമോട്ട് കൺട്രോൾ ഉയർത്തി. അടുത്തേക്ക് വരരുത് ഡേവിഡ്, ഈ റിസോർട്ടിന് ചുറ്റും ഞാൻ ബോംബ് വെച്ചിട്ടുണ്ട്. ഒപ്പിട്ടില്ലെങ്കിൽ നമ്മളെല്ലാവരും ഇവിടെ ചാരമാകും. ഗംഗ സ്തംഭിച്ചു നിന്നു. ഒരു വശത്ത് താൻ സ്നേഹിക്കുന്ന മനുഷ്യൻ, മറുവശത്ത് അച്ഛൻ്റെ നീതി. അവൾ പേന കയ്യിലെടുത്തു. ഷീബയുടെ മുഖത്ത് വിജയിച്ചിരി വിരിഞ്ഞു. റിസോർട്ടിനുള്ളിലെ മരവിക്കുന്ന നിശബ്ദതയിൽ ഗംഗയുടെ വിരലുകൾ ആ പേനയിൽ മുറുകി. ഷീബയുടെ കണ്ണുകളിൽ ക്രൂരമായ വിജയിച്ചിരി വിരിഞ്ഞു. ഡേവിഡ് ശ്വാസം അടക്കി പിടിച്ച് അവളെ നോക്കി നിൽക്കുകയാണ്. ഗംഗ, ഒപ്പിടരുത്. നിന്റെ അച്ഛൻ്റെ സ്വത്ത് ഇവർക്ക് വിട്ടുകൊടുക്കരുത്, ഡേവിഡ് ആഞ്ഞു വിളിച്ചു പറഞ്ഞു. മിണ്ടിപ്പോകരുത് ഡേവിഡ്, ഷീബ അലറി. ഗംഗേ, നീ ഒപ്പിട്ടില്ലെങ്കിൽ ഈ റിസോർട്ട് അടുത്ത നിമിഷം ചാരമാകും. നിനക്ക് നിന്റെ അച്ഛൻ്റെ സ്വത്ത് വേണോ അതോ ഈ ഡേവിഡിൻ്റെ ജീവൻ വേണോ? ഗംഗയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അവൾ ഡേവിഡിൻ്റെ മുഖത്തേക്ക് നോക്കി. അയാളുടെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, മറിച്ച് അവളോടുള്ള പ്രണയവും കരുതലുമായിരുന്നു. അവൾ പതുക്കെ പേപ്പറിൽ പേന വെച്ചു. ഗംഗ, വേണ്ട. ഡേവിഡ് അടുത്തേക്ക് കുതിക്കാൻ ശ്രമിച്ചെങ്കിലും ഷീബയുടെ ഗുണ്ടകൾ അയാളെ തടഞ്ഞു. പെട്ടെന്ന് ഗംഗ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പേന ഷീബയുടെ കയ്യിലെ റിമോട്ടിന് നേരെ ആഞ്ഞെറിഞ്ഞു. അപ്രതീക്ഷിതമായ ആ നീക്കത്തിൽ ഷീബയുടെ കയ്യിൽ നിന്ന് റിമോട്ട് താഴെ വീണു. ഗംഗ റിമോട്ട് ലക്ഷ്യമാക്കി ചാടി. പിടിക്കവളെ, ഷീബ വിളിച്ചുപോയി. ഗുണ്ടകൾ ഗംഗയെ പിടിക്കാൻ നോക്കിയപ്പോഴേക്കും ഡേവിഡ് അവരെ ഓരോരുത്തരെയായി നേരിട്ടു. മൽപ്പിടുത്തത്തിനിടയിൽ ഷീബ റിമോട്ട് കയ്യിലെടുക്കാൻ ശ്രമിച്ചെങ്കിലും ഗംഗ അത് ചവിട്ടി തെറിപ്പിച്ചു. അത് അടുത്തുള്ള നീന്തൽക്കുളത്തിലേക്ക് വീണു. ഇല്ല, ഷീബ പരിഭ്രമിച്ചു. റിമോട്ട് വെള്ളത്തിൽ വീണതോടെ ഷോർട്ട് സർക്യൂട്ടായി അതിൻ്റെ പ്രവർത്തനം നിലച്ചു. ബോംബ് പൊട്ടിയില്ല.
അപ്പോഴാണ് പോലീസ് സംഘം റിസോർട്ടിലേക്ക് ഇരച്ചു കയറിയത്. മീരയും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഷീബയെയും അവളുടെ സംഘത്തെയും പോലീസ് വളഞ്ഞു. നിന്റെ കളി കഴിഞ്ഞു ഷീബ, പോലീസ് ഓഫീസർ പറഞ്ഞു. ആ റെക്കോർഡിംഗ് വ്യാജമാണെന്ന് ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. പോലീസ് ഷീബയെ കൊണ്ടുപോകുമ്പോൾ അവൾ ഗംഗയെ നോക്കി പല്ലു കടിച്ചു. നീ ജയിച്ചു എന്ന് കരുതേണ്ട ഗംഗ. നിന്റെ കുടുംബത്തിൻ്റെ ശപിക്കപ്പെട്ട ആ എസ്റ്റേറ്റ് ഇനിയും രക്തം ആവശ്യപ്പെടും. എല്ലാം ശാന്തമായപ്പോൾ ഗംഗ തളർന്നു നിലത്തിരുന്നു. ഡേവിഡ് അവളുടെ അരികിൽ വന്നിരുന്നു. അവളെ ചേർത്ത് പിടിച്ചു. നീ എന്തിനാ ഇത്ര വലിയ റിസ്ക് എടുത്തത്? നിങ്ങളെ എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ലായിരുന്നു ഡേവിഡ്. അവൾ അയാളുടെ തോളിൽ തലചായ്ച്ചു. പക്ഷേ ആശ്വാസത്തിൻ്റെ ആ നിമിഷങ്ങൾ അധികം നീണ്ടു നിന്നില്ല. മീര ഓടി വന്ന് ഗംഗയുടെ കയ്യിൽ ഒരു പഴയ ഫോട്ടോ കൊടുത്തു. ആ റിസോർട്ടിലെ ഒരു രഹസ്യ അറയിൽ നിന്ന് കിട്ടിയതായിരുന്നു അത്. ആ ഫോട്ടോയിൽ ഗംഗയുടെ അച്ഛനും ഡേവിഡിൻ്റെ അച്ഛനും ഒപ്പം മറ്റൊരു ചെറിയ കുട്ടിയും ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ കഴുത്തിൽ ഒരു പ്രത്യേകതരം മാലയുണ്ട്. ആ മാല ഇപ്പോൾ ഗംഗയുടെ കഴുത്തിലാണുള്ളത്. ഇത് ഞാനാണല്ലോ. ഗംഗ അത്ഭുതപ്പെട്ടു. അല്ല ഗംഗ, ഈ ഫോട്ടോയ്ക്ക് പുറകിൽ എഴുതിയിരിക്കുന്നത് നോക്ക്, മീര വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഫോട്ടോയ്ക്ക് പിന്നിൽ ഇങ്ങനെ എഴുതിയിരുന്നു: എൻ്റെ മകൾ ഗംഗയും എബ്രഹാമിൻ്റെ മകൻ ഡേവിഡും തമ്മിലുള്ള വിവാഹം ഞങ്ങൾ ഉറപ്പിച്ചു. ഈ എസ്റ്റേറ്റ് അവർക്കുള്ള വിവാഹ സമ്മാനമാണ്. ഗംഗയും ഡേവിഡും പരസ്പരം നോക്കി. തങ്ങളുടെ വിവാഹം വെറുമൊരു കരാറായിരുന്നില്ല, മറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ അച്ഛന്മാർ ഉറപ്പിച്ച ഒന്നായിരുന്നു. അപ്പോൾ ഡേവിഡ് തന്നെ തേടി വന്നത് ഈ സത്യം അറിഞ്ഞിട്ടാണോ? ആ പഴയ ഫോട്ടോയിലെ വരികൾ ഗംഗയുടെ ഉള്ളിൽ 1000 ചോദ്യങ്ങൾ ഉയർത്തി. തങ്ങൾക്കിടയിലുണ്ടായ ആ കരാർ വിവാഹം വെറുമൊരു യാദൃച്ഛികത മാത്രമായിരുന്നില്ലേ? ഡേവിഡ് ഇത് നേരത്തെ അറിഞ്ഞിരുന്നു. ഗംഗ ആ ഫോട്ടോയുമായി ഡേവിഡിൻ്റെ നേരെ തിരിഞ്ഞു. അവളുടെ കണ്ണുകളിൽ സംശയവും വേദനയും കലർന്നിരുന്നു. ഡേവിഡ്, ഇത് നിങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നോ? നമ്മുടെ അച്ഛന്മാർ തമ്മിലുള്ള ഈ ഉടമ്പടി, ഇതിനു വേണ്ടിയാണോ നിങ്ങൾ എന്നെ തേടി വന്നത്? ഡേവിഡ് ഒന്ന് നെടുവേർപ്പിട്ടു. അയാളുടെ മുഖത്ത് ഒരു കുറ്റബോധം നിഴലിച്ചു. സത്യം പറയാം ഗംഗ, അച്ഛൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ നിന്ന് എനിക്ക് ഈ വിവരം ലഭിച്ചിരുന്നു. പക്ഷേ ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് ആ സ്വത്തിനു വേണ്ടിയല്ല. ഫ്രാങ്കിൻ്റെയും രാഘവൻ്റെയും കയ്യിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ എനിക്ക് മറ്റു വഴികളില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ വിവാഹം വെറുമൊരു നാടകമായിരുന്നോ? ഗംഗയുടെ ശബ്ദം ഇടറി. തുടക്കത്തിൽ അതൊരു കടമയായിരുന്നു ഗംഗ. പക്ഷേ നിന്റെ കൂടെയുള്ള ഓരോ നിമിഷവും ഞാൻ നിന്നെ അറിയുകയായിരുന്നു. ആ കരാറിനേക്കാൾ വലിയൊരു ബന്ധം നമ്മൾ തമ്മിലുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഡേവിഡ് അവളുടെ കൈകൾ പിടിച്ചു. മീര അപ്പോഴും ആ ഫോട്ടോ സൂക്ഷിച്ചു നോക്കുകയായിരുന്നു. ചേച്ചി, ഈ ഫോട്ടോയിൽ നമ്മുടെ അച്ഛൻ്റെ കയ്യിലുള്ള ആ ബാഗ് ശ്രദ്ധിച്ചോ? അത് ലേക്ക് ഷോർ റിസോർട്ടിലെ ആ രഹസ്യ അറയിൽ ഞാൻ കണ്ടിരുന്നു. അവൾ വേഗം റിസോർട്ടിലെ ആ തകർന്ന ഭാഗത്തേക്ക് തിരിച്ചുപോയി. പോലീസുകാർ അവിടെ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. മീര ചൂണ്ടിക്കാണിച്ച ആ പഴയ തുകൽ ബാഗ് ഗംഗ എടുത്തു. അതിനുള്ളിൽ ഒരു പഴയ ഓഡിയോ കാസറ്റ് ഉണ്ടായിരുന്നു. വീട്ടിലെത്തി ആ കാസറ്റ് പ്ലേ ചെയ്തപ്പോൾ അവർ കേട്ടത് ഗംഗയുടെ അച്ഛൻ്റെ അവസാന സന്ദേശമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട മകൾക്ക്, നീ ഇത് കേൾക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവില്ല. ഈ എസ്റ്റേറ്റ് വെറുമൊരു ഭൂമിയല്ല. ഇതിൻ്റെ അടിയിൽ വലിയൊരു സ്വർണ്ണശേഖരമുണ്ട്. അത് നമ്മുടെ കുടുംബത്തിൻ്റെ പരമ്പരാഗത സ്വത്താണ്. രാഘവനും സോമനും ഇത് കണ്ടെത്താൻ ശ്രമിക്കും. നീ ഡേവിഡിനെ മാത്രം വിശ്വസിക്കുക. അവൻ നിന്റെ കാവൽക്കാരനാണ്. ഗംഗയും ഡേവിഡും സ്തബ്ധരായിപ്പോയി. എസ്റ്റേറ്റിൻ്റെ അടിയിൽ സ്വർണമോ? അതുകൊണ്ടാണ് എല്ലാവരും ഇതിനു പിന്നാലെ പാഞ്ഞത്. പെട്ടെന്ന് വീടിൻ്റെ പുറത്ത് കാറുകൾ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. ജനാലിലൂടെ നോക്കിയപ്പോൾ കണ്ടത് ആയുധങ്ങളുമായി നിൽക്കുന്ന ഒരു വലിയ സംഘത്തെയാണ്. അവർ സാധാരണ ഗുണ്ടകളായിരുന്നില്ല, ഏതോ വലിയ മാഫിയയുടെ ആളുകളായിരുന്നു. അവർക്കിടയിൽ നിന്ന് ഒരാൾ മുന്നോട്ട് വന്നു. അയാളുടെ കഴുത്തിൽ ഫ്രാങ്കിൻ്റെയും രാഘവൻ്റെയും പക്കലുണ്ടായിരുന്ന അതേ അടയാളം ഉണ്ടായിരുന്നു. ഗംഗ, ആ സ്വർണത്തിൻ്റെ മാപ്പ് ഞങ്ങൾക്ക് വേണം. ഇല്ലെങ്കിൽ ഈ വീട് ഇന്ന് രാത്രി നിന്റെ ശവപ്പറമ്പാവും. അയാൾ അലറി. ഡേവിഡ് തൻ്റെ തോക്ക് ലോഡ് ചെയ്തു. ഗംഗ, മീര, നിങ്ങൾ താഴത്തെ നിലയിലെ സുരക്ഷിത മുറിയിലേക്ക് മാറൂ. അവർ വരുന്നത് ആ നിധിക്ക് വേണ്ടിയാണ്. വീടിന് പുറത്ത് ആയുധങ്ങളുമായി നിൽക്കുന്ന ആ സംഘത്തിൻ്റെ തലവൻ മുന്നോട്ട് വന്നു. അയാൾ മറ്റാരുമായിരുന്നില്ല, ഇത്രയും കാലം നിഴലായിരുന്ന ബിസിനസ് മാഫിയ തലവൻ വിക്രമായിരുന്നു. ഫ്രാങ്കും രാഘവനും വെറും കരുക്കൾ മാത്രമായിരുന്നു എന്ന് ഡേവിഡിന് അപ്പോഴാണ് മനസ്സിലായത്. ഡേവിഡ്, നിനക്ക് നിന്റെ അച്ഛൻ്റെ പഴയ സൗഹൃദം പുതുക്കണോ അതോ നിന്റെ ഭാര്യയുടെ ജീവൻ വേണോ? വിക്രം പരിഹാസത്തോടെ ചോദിച്ചു. ഡേവിഡ് ഗംഗയെ ചേർത്ത് പിടിച്ചു. ഗംഗ, ആ കാസറ്റിൽ അച്ഛൻ പറഞ്ഞ ആ മാപ്പ് നിന്റെ കയ്യിലുണ്ടോ? ഗംഗ തൻ്റെ കഴുത്തിലെ മാലയിലെ ചെറിയ ലോക്കറ്റ് തുറന്നു. അതിനുള്ളിൽ ഒരു സൂക്ഷ്മമായ മാപ്പ് ഒളിച്ചിരുന്നു. ഇതാണ് അവർ തിരയുന്നത് ഡേവിഡ്. പക്ഷേ ഇത് അവർക്ക് കിട്ടിയാൽ അവർ നമ്മളെ കൊല്ലും. പെട്ടെന്ന് വിക്രമിൻ്റെ ആളുകൾ വീടിൻ്റെ ചില്ലുകൾ തകർത്ത് അകത്തേക്ക് ഇരച്ചു കയറി. ഡേവിഡ് തൻ്റെ തോക്കുമായി അവരെ നേരിട്ടു. വീടിനുള്ളിൽ വെടിയൊച്ചകൾ മുഴങ്ങി. മീര പേടിച്ച് നിലവിളിച്ചു. മൽപ്പിടുത്തത്തിനിടയിൽ വിക്രം ഗംഗയുടെ അരികിലെത്തി അവളുടെ കഴുത്തിലെ മാല പൊട്ടിച്ചെടുത്തു. ഇത് മതി, ഇനി നിങ്ങൾ എനിക്ക് ആവശ്യമില്ല. വിക്രം പുറത്തേക്ക് ഓടി. ഡേവിഡ് പരിക്കേറ്റെങ്കിലും അയാളുടെ പിന്നാലെ പാഞ്ഞു. എസ്റ്റേറ്റിൻ്റെ അറ്റത്തുള്ള ആ പഴയ ഗുഹയ്ക്ക് മുന്നിൽ വെച്ച് അവർ മുഖാമുഖം നിന്നു. വിക്രം ആ മാപ്പ് നോക്കി ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചു. വിക്രം, അത് നിനക്ക് കിട്ടില്ല, ഡേവിഡ് അലറി. ഗുഹയ്ക്കുള്ളിൽ വെച്ച് അവർ തമ്മിൽ കടുത്ത പോരാട്ടം നടന്നു.
ആ സമയത്ത് അവിടെ എത്തിയ ഗംഗ കണ്ടത് വിക്രം ഡേവിഡിനെ ചതിയിൽ വീഴ്ത്താൻ നോക്കുന്നതാണ്. അവൾ അവിടെയുണ്ടായിരുന്ന ഒരു വലിയ കല്ലെടുത്ത് വിക്രമിനെ തടയാൻ ശ്രമിച്ചു. പെട്ടെന്ന് ഗുഹയ്ക്കുള്ളിൽ ഒരു വലിയ ശബ്ദം കേട്ടു. വർഷങ്ങളായി അടങ്ങിക്കിടന്ന ആ ഗുഹയുടെ മുഴഭാഗം ഇടിഞ്ഞു വീഴാൻ തുടങ്ങി. വിക്രം സ്വർണത്തിനു വേണ്ടി ഉള്ളിലേക്ക് ഓടി. പക്ഷേ വലിയൊരു പാറക്കല്ല് അയാളുടെ മേൽ പതിച്ചു. ഡേവിഡ് ഗംഗയെയും കൂട്ടി പുറത്തേക്ക് ഓടി. ഗുഹ പൂർണ്ണമായും തകർന്നു വീണു. വിക്രമും ആ മാപ്പും ആ സ്വർണ്ണശേഖരവും എന്നേക്കുമായി മണ്ണിനടിയിലായി. ദിവസങ്ങൾക്കു ശേഷം എല്ലാം ശാന്തമായപ്പോൾ ഗംഗയും ഡേവിഡും ആ എസ്റ്റേറ്റിനെ കുന്നുംപുറത്ത് നിന്നു. ആ വലിയ നിധി മണ്ണിനടിയിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് അവർ തീരുമാനിച്ചു. മനുഷ്യന്റെ അത്യാഗ്രഹം ഇനിയും ആ രക്തം ആവശ്യപ്പെടാതിരിക്കാൻ അവർ ആ രഹസ്യം അവിടെ തന്നെ കുഴിച്ചുമൂടി. നമ്മുടെ അച്ഛന്മാർ ആഗ്രഹിച്ചത് ഈ പണമല്ല ഡേവിഡ്, നമ്മൾ ഒന്നിച്ച് ജീവിക്കണമെന്നാണ്, ഗംഗ പറഞ്ഞു. ഡേവിഡ് ഗംഗയുടെ നെറ്റിയിൽ ചുംബിച്ചു. സത്യം ഗംഗ, ആ കരാർ വിവാഹത്തിൽ നിന്ന് തുടങ്ങിയ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് പ്രണയത്തിൻ്റെ പുതിയൊരു തുടക്കമാണ്. മീരയും അമ്മയും അവരുടെ അടുക്കലേക്ക് ചിരിച്ചുകൊണ്ട് നടന്നു വന്നു. കായലിൽ നിന്ന് വീശുന്ന തണുത്ത കാറ്റിൽ ആ പഴയ വീടിപ്പോൾ ഒരു സ്വർണ്ണ കൊട്ടാരത്തേക്കാൾ സുന്ദരമായി തോന്നി. സമാപ്തം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.